ഇന്നത്തെ ജയിലിൽ 63 രൂപയാണ് ഇന്നലെ കിട്ടുന്നതെങ്കിൽ ഇന്ന് 600 പാട്ട് കൂടി പൈസ കിട്ടും. ഇതൊക്കെയാണ് യുവാക്കളെ കൊണ്ട് പോകാൻ ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്. പോട്ടെ, എനിക്കൊരു കേസ് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ആയി. അപ്പോൾ 2 യോഗം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോടെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുക. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ വിവാഹം കഴിക്കുന്ന പയ്യനെയും അവൻ്റെ അപ്പനെയും വീട്ടിൽ വരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്. ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ മകളെ കിട്ടിയാൽ എന്തെങ്കിലും അപമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ല, ഇപ്പോൾ വേണേൽ പിരിയണം. അവർ പക്ഷേ നല്ല ഭയമായിട്ട് നിന്നു. മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ഒളിച്ചു പോകാനും തീരുമാനിച്ചിട്ടില്ല. എവിടെ പോകാൻ? കാണുന്നവരെല്ലാം പറയാം അല്പം ഒന്ന് സൂക്ഷിക്കണോ. എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? വണ്ടി കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ? അത് നോക്കത്തില്ല. നമ്മൾ ആസ്യൂഷ്യം ജീവിക്കാനേ പറ്റൂ, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. ഈ യോഗം നടത്തിയ സംഘാടകരോട് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് വരാം. ആ പാവങ്ങൾ വിളിച്ചു, നാളെ അങ്ങോട്ട് ചെല്ലണോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വരുന്നത്? നിങ്ങൾ വിളിച്ചാൽ കൺവെൻഷന് പ്രസംഗിക്കും. നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ കോടതിയിലോ പോലീസിലോ പോകുന്നത് എങ്ങനെ? അതിനവിടെ ആളുണ്ട്, അവർ വിളിക്കട്ടെ. അല്ല, അതിനല്ലേ നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. അവരുടെ പണിയാണ്, വിളിക്കട്ടെന്ന്. ഞാൻ വിളിച്ചു. ഞാൻ സാർ വകുപ്പ് പറ. 153A എന്ന് വെച്ചാൽ വിദ്വേഷ പ്രസംഗം. ഞാൻ 3-4 പേരുടെ പേര് ചോദിച്ചു. ഇന്ന ടീച്ചർക്കെതിരെ എടുത്തിട്ടുണ്ടോ, എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതൊക്കെ ചെയ്തിട്ട് പോവാ. മനസ്സിലായില്ലേ? ഇങ്ങനെ പല പേര് ചോദിച്ചു. അവർക്കൊന്നും ഇല്ലാത്തൊരു നിയമവും ഇല്ല. ഞാൻ ഇന്ന് വൈകിട്ട് ഇന്നടുത്ത് പ്രസംഗിക്കണല്ലേ, വേറെ എളുപ്പവഴി പറയാം. ഞാനങ്ങോട്ട് വണ്ടിക്കൂലി മുടക്കി വണ്ടമേട് വരെ വരികയില്ല. ഞാൻ മണർകാട് പ്രസംഗിക്കുന്നുണ്ട് വൈകിട്ട്, അവിടെ വരാം, കൊണ്ടുപോവാം. അതല്ല, എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വൈഫിനെയും പിള്ളേരെ അറിയിക്കണം, ഞാനെ കൊണ്ടുപോവാം. തടയത്തൊന്നുമില്ല ആരും, ഒരു വിഷയമില്ല. ഞാനങ്ങ് വന്നേക്കാം. ജയിലിനോടുള്ള ബുദ്ധിമുട്ടല്ലേ. മുമ്പ് പറഞ്ഞാൽ ജയിലിൽ പോകാനൊരു ആഗ്രഹം എനിക്കില്ലാതില്ല, വേറൊന്നും കൊണ്ടും അല്ല. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ആ ഫുഡിൻ്റെ ആ മെനു ഒക്കെ വായിച്ചത്. എൻ്റെ പൊന്നെ, ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രായം മുഴുവൻ ഈ ഹൈസ്കൂൾ ഫുഡ് പഠിച്ചും പഠിപ്പിച്ചും കഴിച്ച ഒരാളാണ് ഞാൻ. ഏതാണ്ട് അതൊരു സെമി ജയിലാണ്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ തീരുമാനിക്കുക. അപ്പോഴേ ഇത് കണ്ടപ്പോൾ മുതൽ ആഴ്ച ഒരു ദിവസം മട്ടൺ, പിന്നെ ചിക്കൻ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നമ്മൾ തലകറക്കൊന്നും വീഴില്ല, നിങ്ങൾ കൊണ്ടുപോ. പിന്നെ അവർ വന്നില്ല. അവസാനം ഇലക്ഷന് മുമ്പ് പറയുക അതൊക്കെ എഴുതി തള്ളിയെന്ന്. ഞാൻ പറഞ്ഞു വളരെ നല്ലത്, തള്ളിയാലും നല്ലത്, ഇല്ലേലും നല്ലത്. എന്നാന്നറിയണ്ടേ, കണ്ടില്ല, ഒരു ബോർഡ് മായ്ച്ചു. സ്വന്തം വീടിൻ്റെ മുമ്പിൽ എഴുതിയ വചനം സ്പ്രേ പെയിൻറ്റിന് മായ്പ്പിക്കുക. മനസ്സിലായില്ലേ? അത് ബൈബിളിലുള്ള സാധനമാണ്. അങ്ങനെങ്കിൽ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അജന്തയിലെ എലോറയിലൊക്കെ ഗുഹാശില്പങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല, നോക്കണം. അപ്പോഴും ഇറങ്ങിയിരിക്കുക നമ്മുടെ ചില കമൻറ്റേറ്റേഴ്സ്, ഇതെന്തിനാ വേറെ വാക്യമൊന്നും ഇല്ല ഇവിടെ എഴുതാനെന്ന്. തൽക്കാലം ഇതേ ഉള്ളൂ, ഇതേ എഴുതുന്നുള്ളൂ. ഇത് കിടക്കോ നോക്കട്ടെ. മനസ്സിലായില്ലേ? തൽക്കാലം ഇതിനെന്തോ കുഴപ്പം, ഇത് നോക്കട്ടെ, ഈ വാക്യത്തിൻ്റെ കുഴപ്പം പറ. അത് ചിലരെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അവിടെ പലതും എന്നെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ മാറി അങ്ങ് പോയാൽ മതി, അല്ലേ? പോരെ? ചുരുക്കി പറഞ്ഞാൽ ഈ സുവിശേഷം ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സം കുറേയേറെ ശത്രുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകമാണ് വായിച്ചത്. പഴയ നിയമത്തിലും സുവിശേഷമുണ്ട്, പക്ഷെ അതിന് പരിമിതിയുള്ളത്. പ്രവചന രൂപേണയാണ് അതിൻ്റെ എഴുത്ത്. ബൈബിളിലെ ലോകത്തിലെ ഇതര കൃതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം അതിൻ്റെ പ്രവചന സ്വഭാവമാണ്. അതായത് ഇങ്ങനെ സംഭവിക്കും എന്ന് പ്രവാചകന്മാർ പറയുന്നു. കാലമേറെ കഴിഞ്ഞ് അവരും മരിച്ച് തലമുറയും മരിച്ച് നാളുകളേറെ കഴിയുമ്പോൾ അത് സംഭവിക്കുന്നു. ചിലതടുത്ത് തന്നെ സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ അവരിൽ പലരും ജീവിച്ചിരിപ്പില്ല.
പിന്നീട് വരുന്ന ആളുകൾ പരിശോധിക്കുമ്പോൾ ഇന്നലകളിൽ പ്രവചിച്ചതെന്തോ അത് യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ ഇന്നലെ പ്രവചിച്ച പ്രവചനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളതിനൊരു പേരിട്ട് വിളിക്കും ചരിത്രം. നിറവേറി, ചരിത്രത്തിൻ്റെ ഭാഗമായി. ഇതിലൊരു ശ്രേഷ്ഠ പ്രവാചകൻ്റെ പേരാണ് ജെറേമ്യ അല്ലെങ്കിൽ ഇരമ്യ. ഇരമ്യ, ഈ പ്രവാചകന് നമ്മളൊരു എടുത്തിട്ടുണ്ട്, കരയുന്ന പ്രവാചകൻ, വീപ്പിംഗ് പ്രോഫറ്റ്. പ്രവാചകന്മാർ പല രൂപത്തിലാണ്. ചില തീഷ്ണതയേറിയ വാക്കുകൾ ഒരു മയവുമില്ലാതെ പ്രയോഗിക്കും. മഹാരാജാവിൻ്റെ മുഖത്തും നോക്കി വിരൽ ചൂണ്ടി ദൂതറിയിക്കും. അവർ മരിക്കുന്നതൊന്നും വിഷയമല്ല. കല്ലേറ് കൊള്ളുന്നതോ പ്രാണൻ പിടയുന്നതോ ഒന്നും പ്രശ്നമല്ല. അത് പഴയ നിയമത്തിലും കാണാം, പുതിയ നിയമത്തിലും കാണാം. ആത്മനിറവിൻ്റെ നടത്തിപ്പ് ചിലപ്പോൾ തീഷ്ണമായ വാക്കുകളാണ്, ചിലപ്പോൾ കണ്ണീരിൻ്റെയാണ്. അങ്ങനെ കണ്ണീരിൻ്റെ പ്രവാചകനാണ് ഇരമ്യ. ഏലിയാവിൻ്റെ വാക്കുകളുടെ മൂർച്ചയില്ല, യെസക്കിയേലിൻ്റെ വാക്കുകളുടെ നിഗൂഢതയില്ല, യെശയ്യാവിൻ്റെ വാക്കുകളുടെ കാർക്കശ്യതയില്ല, ദാനിയേലിൻ്റെ വാക്കുകളിലെ ഡിപ്ലോമസിയില്ല. ഇതിൽ നിന്ന് വിഭിന്നമായി കരയുന്ന പ്രവാചകൻ, കണ്ണീരൊഴുക്കുന്ന പ്രവാചകൻ. കണ്ണീരൊഴുക്കാൻ കാരണം പ്രവചിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങൾ അദ്ദേഹത്തെ കരയാൻ പ്രേരിപ്പിച്ചു. ഒന്നാമത് ചെറുപ്പക്കാരനാണ്, നല്ല യുവാവാണ്. ആ യുവാവിൻ്റെ പ്രവചനം നല്ലത് പറയണമെന്നോർത്താ വരുന്നത്. ആളുകളെ കണ്ട് കരം കുപ്പി മാന്യമായി സംസാരിക്കാനുള്ള ഒരുക്കത്തിലാണ് വരുന്നത്. ആത്മശക്തിയുടെ ഇടപെടൽ വന്നു കഴിയുമ്പോൾ പുരോഹിതനെതിരെ, രാജാവിനെതിരെ, രാജ്യം പോകുന്ന പ്രവണതയ്ക്കെതിരെ ആത്മാവിൽ ദൂതറിയിക്കും. ഇത് ജനങ്ങളിൽ ഇഷ്ടക്കേട് രൂപപ്പെടുത്തും. ഹല്ലേലൂയ. ജനങ്ങളിൽ വല്ലാത്ത അവമതിപ്പുളവാക്കി. ആളുകൾ അദ്ദേഹത്തെ കല്ലെറിയും, കേസെടുക്കും, അടിക്കും. അതിന് പുരോഹിതന്മാരും കൂട്ടുനിൽക്കുക, രാജാവും അതിന് പിന്തുണയ്ക്കുക. എന്താ പറയുന്നത് അറിയണ്ടേ? രാജ്യം മഹത്തരമാ, ഇത് ദൈവത്തിൻ്റെ രാജ്യമാ, ദൈവമക്കളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അകൃത്യം നിമിത്തം ദണ്ഡനങ്ങളാൽ നീ ശിക്ഷിക്കപ്പെടും. യെരുശലേമിൻ്റെ മതിലുകൾ തകരും, ആലയം തകർന്ന് താഴെ വീഴും, വിലപിടിപ്പുള്ള മുതലുകൾ കൊള്ളയടിക്കപ്പെടും. 70 ആണ്ടുകളിൽ നിന്റെ തലമുറ അടിമത്തത്തിൻ്റെ കാരാഗൃഹത്തിൽ പ്രവാസികളായി ഭവിക്കും. ഇങ്ങനെ പ്രവചിക്കുന്ന ഒരാളെ നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നൊരു പ്രോഗ്രാം കൊടുക്കുമോ? നമ്മൾ IPCയിൽ 7 ദിവസം പ്രാർത്ഥന നടത്തിയിട്ട് ഒരു ദിവസം കൊടുക്കാൻ തീരുമാനിച്ചാൽ വേണ്ട, ഡിമാൻഡില്ല. അദ്ദേഹം ഇതേ പറയൂ. പകരം കിട്ടുന്ന അടി. അടി കിട്ടുന്ന ഒരാൾക്ക് വേണ്ടത് ആശ്വാസമാണ്. പോട്ടെ, ഇത് പറയാനും ആരുമില്ല. ഈ കൂടെ ദൈവം പറയുക, നീ യെരുശലേമിൻ്റെ മതിൽ തുരക്കണം. നിസാര പണിയല്ല, ഒരു കല്ലിൻ്റെയൊക്കെ വലിപ്പം എന്താ? ഇതിനകത്തൊരു സുഷിരമുണ്ടാക്കി ഞെരുങ്ങി അതുവഴി പോകാൻ പാകത്തിനൊരു വഴി ഉണ്ടാക്കണം. ആ വഴിയിലൂടെ നീ പകലും രാത്രിയും ജനം കാണുക യാത്ര ചെയ്യണം. നിന്റെ ഭാണ്ഡം നിന്റെ മീതെ ഉണ്ടാകണം, ഞെരുങ്ങിപ്പോണം. കാണുന്നവരൊക്കെ ഓർത്ത്, ഈ മനുഷ്യൻ എന്ത് പറ്റി ഇത്രയും വിശാല വഴി കിടക്കുക, ഇയാൾ ഈ സുഷിരം വഴി കിടക്കുക, ഞെരുങ്ങിപ്പോവുക. ഭക്ഷണമില്ല. അദ്ദേഹം ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനെ പറ്റി പറയാം, ഞെരുക്കത്തിൻ്റെ അപ്പം. ഈ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, പലർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. അതായത് ഭക്ഷ്യക്ഷാമം നേരിടുമ്പോൾ സർക്കാർ തരുന്ന കോട്ടയാണ്. നമ്മൾ എന്താ പറയുക, പ്രളയമൊക്കെ വന്നപ്പോൾ അല്ലേ, ഒരല്പ ഭക്ഷണം സർക്കാരിൻ്റെ കോട്ട. ഇത് ഞെരുക്കത്തിൻ്റെ അപ്പം. അന്ന് സുലഭമാണെങ്കിലും
ഈ റേഷൻ അനുസരിച്ചുള്ളതേ കിട്ടൂ. അപ്പോൾ അല്പവെള്ളം, കാരണം വെള്ളത്തിനും ക്ഷാമമാണ്. പക്ഷെ യിരെമ്യാവ് പ്രവചിക്കുന്ന കാലത്ത് ഭക്ഷ്യക്ഷാമം ഇല്ല, വെള്ളത്തിന് ക്ഷാമമില്ല. പക്ഷെ പ്രവാചകന് കിട്ടുന്നത് ഞെരുക്കത്തിൻ്റെ അപ്പം, ഈ കഷ്ടതയുടെ വാനപാത്രം. ഇത് കഴിഞ്ഞ് കിട്ടുന്നത് അടിക്കും പീഡയ്ക്കും ഒടുവിൽ രാജാവ് അദ്ദേഹത്തെ ദൂത് അറിയിക്കാൻ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് കൊണ്ടുവരിക. സിദെക്കീയാവെന്ന രാജാവിൻ്റെ മുഖത്ത് നോക്കി യിരെമ്യാവ് ദൂതറിയിക്കുമ്പോൾ പശൂർ എന്നറിയപ്പെടുന്നൊരു പുരോഹിതനിൽ നിൽപ്പുണ്ട്. പുരോഹിതനാ, പ്രമാണം പഠിച്ചവൻ വന്ന് ചെകിടത്തടിച്ചിട്ട് ചോദിക്കുക, നീ ഉപയോഗിച്ചൊരു പദമുണ്ടല്ലോ യിരെമ്യാവേ, യഹോവയുടെ ആത്മാവെന്ന്. ഇവിടെ വേറെ പ്രവാചകന്മാരുണ്ട്, അവരെ ആരെ അറിയിക്കാതെ ആത്മാവ് ഏത് വഴിക്കാ നിന്റെ ഉള്ളിൽ വന്നേ? അടികൊള്ളുക, വേദനിക്കുക, ഒടുക്കം ജയിലറയ്ക്കുള്ളിൽ ഇടുക. കുണ്ടറ എന്നതിന് പറയുന്നത്. ആ ജയിലറയിൽ കൊണ്ടിടുക. ജയിലറയിൽ കൊണ്ടിട്ടപ്പോൾ നമ്മളാണെങ്കിലും ഇത്തരം ചില അനുഭവങ്ങൾ ഇത് കടന്നു പോകുമ്പോഴേ അതിൻ്റെ പ്രശ്നം മനസ്സിലാവും, അല്ലേ? അതിനാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ രാഷ്ട്രീയക്കാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര വീരവാദമാണ്. പക്ഷേ ജയിലിൽ കൊണ്ടിട്ടാൽ ഉടൻ കോടതി ജാമ്യം കൊടുക്കണമെന്നറിയാൻ ഇവനെ വിളിച്ച് ഈ സെല്ലിനകത്ത് നിർത്തി ഒരു ചോദ്യം ചോദിക്കും, ജാമ്യം കൊടുക്കാവില്ലയോ? അപ്പോൾ കേസിൻ്റെ ഗൗരവം അനുസരിച്ച് DYSPയോ ചാർജുള്ള ഉദ്യോഗസ്ഥൻ പറയും, സാർ കൊടുക്കാൻ പറ്റില്ല. ഇവൻ പോവും. ഇത് കേട്ടാലും കേട്ടില്ലെങ്കിലും കോടതിക്ക് കൊടുക്കാതിരിക്കാം. കോടതിയുടെ മാത്രം റൈറ്റാണ്, മൊണോപ്പൊളിയാണ്. അങ്ങനെ രാജ്യ നിയമം. കോടതിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ തരത്തില്ല, അത്രേ ഉള്ളൂ. അതിനാർക്കും ചോദിക്കാൻ പറ്റില്ല എങ്ങനെ കാര്യമൊന്നും. ശരിക്കും പറഞ്ഞാൽ ഇത് അപ്പോൾ വക്കീലൊരു തന്ത്രം പറഞ്ഞു തരും, നീ അവിടെ ബോധം കെട്ടുന്ന വീണാൽ മതി. വക്കീലന്മാരാരുണ്ട്, ക്ഷമിക്കണം, സംഭവം ഇത്രേ ഉള്ളൂ. അല്ല അവർക്ക് ഒരു കുഴപ്പമില്ല. ഈ വീഴുന്നവനൊരു കുഴപ്പമില്ലെന്ന് അവനും അറിയാം, പിശാചിനും അറിയാം, ദൈവത്തിനും അറിയാം, പ്രതിപക്ഷ നേതാവിനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം. ഇവനാരെ പേടിച്ചെന്നറിയണ്ടേ? നിയമം നേരെ കൊണ്ടുവിടും. അവിടെ ചെല്ലുമ്പോഴറിയാം എൻ്റെ ബുദ്ധിമുട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ജയിലിലൊരു മനുഷ്യനെ ഇട്ടു, പ്രതിയാക്കി സംശയിച്ചു കൊണ്ടിട്ടു. അത് കോടതി വിധി വരുമ്പോഴേ ആൾ കുറ്റവാളിയൊന്നുമല്ല, കരുതൽ തടങ്കലെന്നേ ഉള്ളൂ ഇതിനർത്ഥം. അവിടേക്ക് കയറി വന്നപ്പോൾ അവിടുത്തെ സീനിയറായ ഒരു തടവുപുള്ളി ചോദിച്ചു, പേരുമൊക്കെ ചോദിച്ചു, നിൻ്റെ കുറ്റം എന്നാന്ന് ചോദിച്ചു. കുറ്റം കേട്ടപ്പോൾ പറഞ്ഞു, ഇത് പോക്സോ കേസാ, നീ വൃത്തികേട് കാണിക്കുക വെച്ചാൽ അവനൊരു 5-6 അടി, മറ്റോ ബോധം കിട്ടും, ഒരു പല്ലും പോയി. അപ്പോൾ പോക്സോ കേസുകാരന് മോഷണമാണ് വലിയ കുറ്റം, മോഷ്ടാവിന് പോക്സോ കേസാണ് വലിയ കുറ്റം. ഇങ്ങനെയൊക്കെയാ. അവനത് സഹിക്കില്ല. ഈ സ്ഥലത്ത് പോയി വേണം ഇയാൾ കിടക്കാൻ. മടുത്തു. ഇതാണ് ജയില്. ഇന്നിപ്പോൾ ജയിലിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഞാൻ പോരുമ്പോൾ ഇന്നലത്തെ ജയിലല്ല, ഇന്നത്തെ ജയില് 63 രൂപയാണ് ഇന്നലെ കിട്ടുന്നതെങ്കിൽ ഇന്ന് 600 കൂടി പൈസ കിട്ടും. ഇതൊക്കെയാണ് യുവാക്കൾ അങ്ങോട്ട് പോകാൻ ഇത്ര ആത്മാർത്ഥം കാണിക്കുന്നത്. പോട്ടെ, കാലവാകപ്പാടെ മാറി. യിരെമ്യാവിൻ്റെ കാലത്തെ സ്ഥിതിയിലേക്ക് വരാം. ആ ഇരുട്ട് കിണറ്റി കിടന്നപ്പോൾ അന്ന് രാത്രി ഒരു ദർശനം. ആ ദർശനം എന്താണെന്നറിയണ്ടേ? തിരക്കേറിയ യെരുശലേം എന്ന മഹാനഗരത്തിലൂടെ ആളുകൾ ഒരപ്പക്കഷണത്തിൽ ഓടി നടക്കുന്നു. സമ്പദ് സമൃദ്ധി കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാട്ടിലെ വയലുകളൊക്കെ ആളുകൾ തീവച്ച് ചുട്ടു നശിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കയ്യാമം വെച്ച് ചാട്ടക്കടിച്ച് പടയാളികൾ മറ്റൊരു രാജ്യത്തിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നു. സ്ത്രീകളെയൊക്കെ അടിമകളായി പിടിച്ച് തെരുവിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ഈ കാഴ്ച കണ്ടിട്ട് അവിടെ കിടന്ന് പാടുന്ന ഒരു പാട്ടാണ് വിലാപങ്ങളുടെ പുസ്തകം. അത് തുടങ്ങുന്നത് എങ്ങനെയാ? ഒരു കരച്ചിലൂടെയാ. അയ്യോ, ജനപൂർണമായ നഗരമേകാന്തയായതെങ്ങനെ, ജാതികളിൽ മഹതിയായവൾ വിധവയെപ്പോലായതെങ്ങനെ. ആ പാട്ടിൻ്റെ ഇടയ്ക്ക് പറയുക, അതുകൊണ്ട് യെരുശലേമിൻ്റെ മതിലേ ഓലോല കണ്ണീരൊഴുക്കുക, അനുതാപം വരാതെ
നിനക്കിനി ഒരു പുനഃസ്ഥാപനമില്ല. ഞാൻ ഒറ്റയ്ക്ക് 2-2.5 മാസം തുറന്ന ചുവരിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തും ഇപ്പുറത്തും കടന്നപ്പോൾ എന്നെ ഒരു ഭോഷനായി നിങ്ങൾക്ക് തോന്നി. അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ മതിലപ്പാടെ തകർത്ത് ഒരു ശത്രു ഇരമ്പിക്കയറി വരും. അവൻ വന്ന് മുച്ചൂടും ഇടിച്ച് നശിപ്പിച്ച് ഈ നാടിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി സുഖലോലുപതയിൽ കഴിയുന്ന നിന്റെ കൈകൾക്ക് ചങ്ങല ധരിപ്പിച്ച് ചാട്ടവാറിനടിപ്പിച്ച് പ്രതാപശാലിയായി കഴിഞ്ഞ നീ മറ്റൊരു രാജ്യത്ത് ചെന്ന് അടിമയായി 70 കൊല്ലം പാർക്കും. ഇതാ യിരെമ്യാവ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ ആകത്തുക. ഇത് കഴിഞ്ഞു. മനുഷ്യൻ ഇതൊന്നും കേട്ടിട്ട് മാനസാന്തരമില്ല. അപ്പോൾ യിരെമ്യാവ് ഓർത്തു, ഞാൻ എന്തിനത് ചെയ്യുന്നത്, ഇതങ്ങ് നിർത്തുക. യിരെമ്യാവ് നിർത്താൻ തീരുമാനിച്ചു. പ്രവചിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ശരീരത്തിനാകെ പ്രശ്നം. അസ്ഥികൾ മജ്ജ ഉരുകുന്ന അവസ്ഥയിൽ, ശരീരമാസകലം തീ പിടിക്കുന്ന അവസ്ഥയിൽ അസ്വസ്ഥചിത്തനായി കിടക്കുമ്പോൾ അവൻ പറയുക, കർത്താവേ എന്താ ഇത്? കർത്താവ് പറഞ്ഞു, മോനെ, ഇത് മാറത്തില്ല. ഈ രോഗം മാറാത്തതിൻ്റെ കാരണം ഞാൻ നിന്നിൽ പകർന്ന അഭിഷേകം നീ പറയേണ്ട ഇടത്ത് പറയാതെ മനസ്സിലും ഹൃദയത്തിലും ഒതുക്കി വച്ചാൽ അത് നിന്റെ അസ്ഥികൾക്കൊരുക്കം. ആ ദൂത് തടയപ്പെടുന്ന ഇടത്ത് നിന്റെ അസ്ഥികൾ ഉരുകാതിരിക്കേണ്ടതിന് നീ പുറത്തു പോവുക, എത്രയും വേഗം പുറത്തു പോവുക. ആത്മാവ് നിന്നിൽ നിറച്ച ആത്മശക്തിയുടെ വചനം പകലുള്ളത്തോളം അയച്ചവന്റെ വേല ചെയ്യത്തക്ക വിധത്തിൽ പ്രതിജ്ഞാബദ്ധരാകാൻ കഴിയുന്ന ഒരു സമൂഹം ഇതിനകത്ത് ഉണരണം. അതിനായി ടീം വർക്കുമൊക്കെ ആ സുവിശേഷം പറയുന്നവരുടെ ആ പ്രവൃത്തിയിലൂടെയാ ഇനി ഉണർവ് വ്യാപരിക്കുന്നത്. അവരുടെ വാക്കുകൾക്ക് തീപിടിക്കും, അവരുടെ ശരീരത്തിന് തീപിടിക്കും, അവരുടെ വാക്കുകളിൽ ദൈവം വലിയ പ്രവൃത്തി ചെയ്യും. അതുകൊണ്ട് ഇടുങ്ങിയ ഈ ചുവരും ഈ ജയിലും കണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തിയെന്ന് പറയേണ്ടതില്ല. ഈ ചുവരുകൾക്കപ്പുറത്ത് ശുശ്രൂഷയുടെ വിശാലതയുടെ മണ്ഡലങ്ങളിൽ എന്തൊക്കെ ദൂത് പറഞ്ഞോ അതൊക്കെ നിറവേറത്തക്ക വിധം കൽപ്പിച്ചത് ഞാനെങ്കിൽ, ഉത്തരവെൻ്റെതെങ്കിൽ എൻ്റെ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല എന്ന ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് കർത്താവിൻ്റെ വേല ആത്മാർത്ഥമായി ചെയ്യാം. അതുകൊണ്ട് ഇനി അധിക കാലമൊന്നും നമ്മൾ പ്രസംഗിക്കേണ്ടിയൊന്നും വരില്ലെന്നേ. കാലം മാറി, അവസ്ഥകളൊക്കെ മാറി. ദീർഘനാളുകൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പല പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തന്നുകൊണ്ടിരിക്കുക. ആ എലിയാവ് പറഞ്ഞതുപോലെ വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്, നീ റെഡിയായിരുന്നു കൊള്ളണം. ആ മഴ ഇങ്ങോട്ട് പെയ്തിറങ്ങുമ്പോൾ പണ്ട് നീ പ്രവചിച്ച ആ ദൂതിന്റെ കുളിർമയിൽ ഈ കാണുന്ന ഉഷ്ണമൊക്കെ മാറി ഒരു സുഖകാലം, ഒരു ശുഭകാലം, ഒരു ശ്രേഷ്ഠകാലം ഇന്ത്യ മഹാരാജ്യം കാത്തിരിക്കുന്നു. ഒരു ഉണർവിന്റെ മാറ്റൊലി. അതിന് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ആ വ്യക്തി നിങ്ങളെല്ലാം നാരി കണ്ടു. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാം, എന്നെയോ, എനിക്കതിന് കഴിവെന്ത്, എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാ, എനിക്ക് ജ്ഞാനമില്ല, എൻ്റെ പോക്കറ്റ് ശൂന്യമാ. പക്ഷെ യിരെമ്യാവെന്ന മനുഷ്യന്റെ പക്കലും ഇതൊന്നും ഇല്ലെന്ന് തിരിച്ചറിയണം. ദൂതുള്ളവന്റെ വഴി തടയാൻ, അവന്റെ ആത്മശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ ഞാനും നിങ്ങളും പ്രയോജനപ്പെടുന്ന ഒരു കാലം വരുന്നെങ്കിൽ നമ്മൾ അറിയുന്ന സുവിശേഷം നമുക്കിന്ന് രാത്രി ഒരുമിച്ച് ഈ ഗ്രാമത്തോട് പറയണം. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. കർത്താവ് ഉയർത്തപ്പെടുന്ന ഇടത്ത് പൈശാചിക ശക്തികളുടെ കോട്ടകൾ ഇടിയും, രാമതിക ശക്തികളുടെ കോട്ടകളിടിയും, ജാതീയ ശക്തികളുടെ അടിത്തറകൾ തകരും. ഈ രാത്രി നമുക്ക് യേശുവിനെ ഉയർത്താം. സകല നാമത്തിനും മേലായ നാമത്തിന് കാരണഭൂതനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമുക്ക് പറയാം, ഈ ദേശം വിടുവിക്കപ്പെടാൻ പോകുകയാ. ഈ ദേശത്ത് ബാധിച്ചിരിക്കുന്ന അന്ധത മാറാൻ പോകുകയാണ്. ഈ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ സത്യ വെളിച്ചത്തിന്റെ പ്രസരണം, ആ ഒഴുക്ക് മുമ്പോട്ട് വരികയാ. ജനഹൃദയങ്ങളുടെ ആ അന്തരാത്മാവിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം പകരുകയാ. ആ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി രോഗശാന്തിയാണ്. ദൈവത്തിൻ്റെ വചനം ശരീരത്തിനും മനസ്സിനും വിടുതലാണ്. ദൈവത്തിൻ്റെ വചനം ഇതുവരെ അറിയാത്ത ആത്മാനുഭവങ്ങളുടെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമ്മെ പര്യാപ്തമാക്കുന്ന അനുഭവമാണ്. നമുക്ക് ആത്മശക്തിക്ക് കാത്തിരിക്കാം, ആത്മപ്രവൃത്തിക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പ്രസംഗിച്ചാൽ ജയില്, പ്രസംഗിച്ചില്ലെങ്കിൽ അസ്ഥികൾ കുരുക്കം, ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് അല്ലേ? അതാണ് നമ്മുടെ വിളിയുടെ സവിശേഷതയാണ്. ഈ അസ്വസ്ഥതകളാണ് ഉണർവിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉണർവിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനപ്പുരയുടെ പേരാണ് കാരാഗൃഹം.
പുതുനിയമസഭയിലും നമ്മൾ കണ്ടതാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഇന്ധന പുരക്കകത്ത് ചലനം സംഭവിച്ചുകൊണ്ട് അതിനകത്ത് കിടക്കുന്ന വൃദ്ധന്മാരുടെ കയ്യിൽ നിന്ന് ഈ ചങ്ങലകൾ അറ്റ് താഴെ വീണു. അവർ വിളിച്ചു പറയാ, നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളിവിടെ ഉണ്ട്. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തോട് വിളിച്ചു പറയാ, നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ ഒരു വട്ടം പാവം മനുഷ്യരെ ഇന്നിവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദേശത്തിന് വിടുതൽ വരാൻ ഒരു വട്ടം പാവം മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര മനുഷ്യക്കുരുതി, എത്ര കുഞ്ഞുങ്ങളെ വകവരുത്തി, എത്ര സുവിശേഷകരെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുമ്പോൾ നിനക്കൊരു ദോഷവും വരാതിരിക്കാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പകയില്ലാത്ത ഹൃദയ വിശാലതയുള്ള ഒരു ജനതയുടെ പേരാ യേശുവിന്റെ അനുഗാമികൾ. ആരോടും പകയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, സ്നേഹം മാത്രം, സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായ യേശുവിനെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം വീണ്ടും ആവർത്തിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ യിരെമ്യാവ് ഇവിടെ എല്ലാം നശിക്കും, തകരും, നിങ്ങളെ പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദൂതനോട് പൊരുത്തമില്ലാത്തൊരു പ്രവൃത്തി, അത് നമ്മൾ ഇന്ന് വായിച്ച വാക്യം, അതിൻ്റെ പശ്ചാത്തലം അതാ. ഇവിടെ നശിക്കാൻ പോവാ, ഇവിടെ ഇന്നെ പ്രശ്നം വരാൻ പോവാ. പക്ഷെ യിരെമ്യാവ് അദ്ദേഹത്തിൻ്റെ ഇളയപ്പൻ്റെ മകനോട് ചോദിക്കുക, നീ സ്ഥലം വിൽക്കുന്നോ, എനിക്ക് തന്നേക്കാൻ. ഇത് നശിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ? അപ്പോഴേ മനസ്സിലായി, ഈ ദൂത് സ്ഥലം കിട്ടാൻ വേണ്ടിയാണോ, വില കുറച്ച് സ്ഥലം കിട്ടാനോ? ഇപ്പം നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. 32:7 മുതൽ ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വന്നു, അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. പിന്നെ യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമയേൽ കാവൽപുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു, ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്, നീ അത് മേടിച്ചോളണം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ മനുഷ്യനാ പറഞ്ഞ ജനപൂർണമായ നഗരം തകരും, ജാതികളിൽ മഹതിയായവൾ വിധേയയെ പോലെ ആകും, 70 ആണ്ട് പ്രവാസത്തിലേക്ക് നീയൊക്കെ പോകും. ഇത് പറഞ്ഞവൻ അതേ നാവ് കൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമയേൽ നിന്റെ അരികിൽ വരും. എന്നിട്ട് പറയും, ചേട്ടാ ഇങ്ങനൊരു വിഷയമുണ്ട്, എൻ്റെ നിലം വിൽക്കാൻ പോവാ. അപ്പോൾ ഇസ്രായേലിലൊരു രീതിയുണ്ട്, ഒരുവനൽപ്പം പുരയിടമോ അങ്ങനെ എന്തെങ്കിലും വിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഏറ്റവും അടുത്ത ചാർച്ചയിൽപ്പെട്ട വീട്ടിലുള്ളവർ വാങ്ങുന്നതാണ് സന്തോഷം. അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഗോത്രത്തിൽ ആർക്കെങ്കിലും കൊടുക്കും. അവർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗോത്രക്കാരന് കൊടുക്കാം. അവർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ അന്യനും പരദേശിക്കും വിൽക്കാവും. അതായത് നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മനസ്സിലായില്ല? ആർക്കും വേണ്ടെങ്കിൽ ചേട്ടാ ഇതെടുത്തോ, അല്ലേ? ഈ ബാല്യത്തിലൊക്കെ അപ്പനെയും അമ്മയും പിടിച്ചെടുത്തിട്ട് കുഞ്ഞുങ്ങൾ പറയും എൻ്റെ പപ്പായ, മറ്റവൻ പറയും എൻ്റെ പപ്പായ, എൻ്റെ മമ്മിയാ. പ്രായമായി കഴിഞ്ഞ് പറയും മമ്മി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് പറ്റുമായിരുന്നെ ഞാൻ വന്ന് നോക്കിയേനെ, അല്ലേ? ഈ തട്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലാകുന്നോ? അതോ പുള്ളി വല്ലപ്പോഴും ഈ വീട്ടിലൊരു വരവാ, ഈ വീട് നോക്കുന്ന ആളിനോടും അവൻ്റെ ഭാര്യയും കണ്ടേച്ച് പറയും അപ്പനെ അമ്മയ്ക്ക് ഇങ്ങനെയാണോ നോക്കുന്നത്, എനിക്ക് സമയമില്ലാകുമോ, അല്ലേ ഞാൻ ഇവിടെ വന്ന് നിന്നേനെ. ജോലിയുടെ കാര്യം നിനക്കറിയാമല്ലോ, അവർക്ക് ഇവിടെ വന്നിരിക്കാൻ നേരമില്ല, പിള്ളേർ പഠിക്കുക, അല്ലേ ഞങ്ങളിവിടെ വന്ന് നിന്നേനെ. ഇത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. നോക്കുന്ന ആളിനെ സഹായിച്ചാൽ മതി, നല്ല വാക്ക് പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ശരിയല്ലേ? ആലോചിച്ച് നോക്കണം, പ്രായമുള്ള ഒരാളിനെ നോക്കേണ്ട ബുദ്ധിമുട്ട്. നമ്മൾ പറയും വൃദ്ധസദനമൊക്കെ കൂടി, അതിനെന്തോ കുഴപ്പം, മര്യാദയ്ക്ക് അവരെ നടത്തണേ. അമേരിക്കയിലൊക്കെ ചെന്നാൽ മനസ്സിലാവും, ഓർഫനേജ് ഇല്ല. ഞാൻ നമ്മുടെ UK ചെന്നാൽ ജോർജ് മുള്ളറുടെ സ്ഥാപനമൊക്കെ അടച്ചിട്ടിരിക്കുന്നു, അവിടെ കുട്ടികളില്ല. നല്ല കാര്യമല്ലേ, അനാശാല പൂട്ടിട്ട്
അനാഥരില്ലെന്ന് അതിൻ്റെ അർത്ഥം. നല്ല കാര്യമല്ലേ? എല്ലാ അനാഥശാലകളും പൂട്ടാനുള്ളതാണ്, നടപ്പിലാക്കണ്ട അല്ലേ? അതൊക്കെ പൂട്ടണം, അനാഥരുണ്ടാകരുത്, അതാണ് കാര്യം. നമ്മളെല്ലാം അതിനാ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയല്ലേ? ആ, അമേരിക്കയിൽ ചെന്നാൽ പള്ളി പൂട്ടിയിട്ടേക്കുക, എന്താ കുഴപ്പം? ഈ പള്ളിക്കകത്ത് നാണ്ട് കിട്ടുമോ? ഇല്ല. അമേരിക്ക വിട്, യെറുശലേമിൽ പോയാൽ നമുക്ക് ആരാധിക്കാൻ സ്ഥലമില്ല. കാരണം നമുക്ക് ഈ ഉണർവും അനുഭവമൊക്കെ തരുന്നത് യെറുശലേമിൽ തങ്ങാനല്ല, ശക്തി സംഭരിച്ച് പുറത്തോട്ട് പോകാനാ. മനസ്സിലായില്ല? കെട്ടിടം പൂട്ടിക്കിടക്കുന്നവർക്കൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. അത് പരാജയമൊന്നുമല്ല. അവിടെ നിന്നൊക്കെ അന്ന് ആളുകൾ ഈ രാജ്യത്ത് വന്നു, ഇവിടെ കൊണ്ട് വിതച്ചു. നമ്മൾ ഇന്ന് ഇന്ത്യയുടെ പലയിടങ്ങളിൽ വിതയ്ക്കുക. അടുത്ത കാലഘട്ടം നമ്മൾ കാണാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയുടെ പലയിടങ്ങളിൽ നിന്ന് ലോകത്തെ സുവിശേഷീകരിക്കുന്ന ജീവിതങ്ങളെ ദൈവം അവിടെ നിന്ന് ഉപയോഗിക്കും. ആ വലിയ മാറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകാൻ ഇതിങ്ങനെ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിരാശയുടെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് അവിടുത്തെ സിസ്റ്റം, മനസ്സിലായി കാണും. അങ്ങനെ ഇരിക്കെ ദൂതിൻ്റെ കൃത്യത എന്താണെന്നറിയാം. നിന്റെ അപ്പൻ്റെ അനുജനായ ശല്ലൂമിൻ്റെ മകൻ ഹനമയേൽ നിന്റെ അരികിൽ വരും. അവൻ വന്നിട്ട് പറയും, ന്യായവും പതിവും അനുസരിച്ച് അവകാശം നിനക്കുള്ളതല്ലോ, ഈ നിലം നീ എടുക്കണം. അപ്പോൾ ഇരമ്യാ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞാൽ തീർന്നു, അവൻ അടുത്തേക്ക് പോയിക്കോളൂ. പക്ഷെ ദൈവം പറയാ, നീ ഇത് വാങ്ങണം. എന്തൊരവസ്ഥ! ഞാൻ പ്രവചിച്ചതൊക്കെ ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും വിജയിക്കില്ല. നാട്ടുകാരുടെ ഈ ദൂതെല്ലാം പറഞ്ഞിട്ട് ഞാൻ സ്ഥലം വാങ്ങിച്ചോളാൻ അവിടെ. ദൈവം പറഞ്ഞേക്കുന്നത് ഈ വിചിത്രമായ ദൂതിൻ്റെ അർത്ഥം എന്താ? അതിനൊക്കെ തന്ത്രലീനമായ വലിയൊരു പൊരുളുണ്ട്. അകത്തും പുറത്തും ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളം തുറക്കാൻ ഞാൻ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ദൂതിൻ്റെ ഉള്ളടക്കം അത്ര ശക്തിയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് വിപരീത കാലാവസ്ഥയിൽ ദൈവം പറയുന്ന ദൂതിൻ്റെ അർത്ഥം യുക്തി കൊണ്ട് വിവേചനം ചെയ്യരുത്, ആത്മാവിൽ അതിനെ തിരിച്ചറിയണം. യുക്തി കൊണ്ടാണെങ്കിൽ ഇവിടെ സ്ഥലം വാങ്ങാൻ പറ്റില്ല, യുക്തി കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്നും നിർവഹിക്കാൻ സാധിക്കില്ല. യുക്തിയെ മാറ്റിവെച്ച് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് കർത്താവ് പറയുന്ന ആലോചന കേട്ടങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാൻ പത്രോസ് പറയും പോലെ, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചു, അതാ എൻ്റെ യുക്തി. ഞാൻ വലയിട്ട സ്ഥലത്തുകൂടെ ഒത്തിരി ഇടങ്ങളിൽ പല വള്ളക്കാർ വന്നു, ആർക്കും ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ വലയിറക്കും, കാരണം നിന്റെ വാക്കെൻ്റെ മൂലധനമാണ്. പറഞ്ഞത് നീയാണെങ്കിൽ, ആലോചന നിന്റെ ആണെങ്കിൽ, ഞാൻ യുക്തിബോധത്തെ മാറ്റിവെച്ച്, തീരുമാനങ്ങളെ മാറ്റിവെച്ച്, അധ്വാനവും ക്ഷീണവും മാറ്റിവെച്ച് വലയിറക്കാൻ പോകുക. കാരണം എനിക്കറിയാം, നിന്നോടുകൂടെ ചേർന്ന നാൾ മുതൽ നിന്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തി എന്താ, നിന്റെ വാക്കുകളുടെ വീര്യം എന്താ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ആഗ്രഹിച്ചപ്പോൾ നീ തന്ന മറുപടിയുടെ ആക്കം എന്താ, അതിൻ്റെ ശക്തിയും ബലവും എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. കഥാവ് തെളിവും കൊടുത്തു. പെരുത്ത മീൻകൂട്ടം വലയിൽ കയറി, വല കീറാറായി. അന്ന് ആ പത്രോസിന് മനസ്സിലായത്, ദൈവം തന്നു തുടങ്ങിയാൽ അതിനെ താങ്ങാനുള്ള ത്രാണി നമ്മുടെ ഈ വലക്കില്ല. അതിൻ്റെ ദുർബലമാക്കേണ്ട വല അത് നേരത്തെ വൃത്തിയാക്കിക്കൊള്ളണം. അതിനെ ശുദ്ധീകരിച്ച് അറ്റുപോയ കണ്ണികൾ കൂട്ടിക്കെട്ടിക്കൊള്ളണം. വിശാലമായിരിക്കണം വല. അതിന് ദുർബലപ്പെട്ട ചരടുകളെയൊക്കെ കെട്ടിമുറുക്കി പെരുത്ത മീൻകൂട്ടങ്ങളുടെ പ്രതീക്ഷയോടെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങളുടെ ആ ശക്തി എന്തെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാനാ തൻ്റെ നാമത്തിൽ നമ്മളെയൊക്കെ വിളിച്ചു വെറുതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യുക്തിവിചാരങ്ങൾക്ക് ഒരു താൽക്കാലിക അവധി ഈ കാര്യത്തിൽ മാത്രം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പിൽ അത് നമുക്കൊണ്ട് മാറ്റിവെക്കാം. യുക്തിയൊക്കെ വേണം. അപ്പോൾ അടുത്ത് സംഭവിക്കുന്നേ, രണ്ട് വിധ ആധാരങ്ങൾ എഴുതിച്ചു എന്നാണ്. അവിടെ ഒരു പ്രോപ്പർട്ടിക്ക് രണ്ട് ആധാരമുണ്ട്. ഒരെണ്ണം തുറന്നിരിക്കുന്നതും ഒന്ന് അടഞ്ഞിരിക്കുന്നതും. ഇങ്ങനെയാണ് പ്രയോഗം. മനസ്സിലാകുന്നുണ്ടോ? അതെന്തെന്ന് ഞാൻ പറയാം. ബൈബിളിലുണ്ടോ എന്നൊന്ന് വായിക്കാം, താഴോട്ട് വായിച്ചിട്ട് ബാക്കി വായിക്കാം. നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. 17 ശേക്കൽ വെള്ളി
വിലയായി കൊടുത്തുകൊണ്ട് തൂക്കി അത് വാങ്ങി. ആധാരം എഴുതി മുദ്രയിട്ടു സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം. കണ്ടോ, ബൈബിളിലെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യത്തോട് നീതി ഇവിടെ നന്നേ ഉണ്ട്. ഒപ്പും പരിപാടിയൊക്കെ ചുമ്മാ അങ്ങനെ ഇങ്ങനെയുള്ള കഥകളല്ലിത്. ഇത് കെട്ടുകഥകളിലാണ് എഴുതി വെച്ചിരിക്കുകയല്ല. ന്യായവും പതിവും അനുസരിച്ച് 17 ശേക്കൽ വെള്ളി അടിസ്ഥാന വിലയുണ്ട് ഭൂമിയുടെ. ആ ലാൻഡ് വാല്യൂ അനുസരിച്ച് തൂക്കി കൊടുത്തിട്ട് അനിയൻ്റെ മോനാണെന്ന് നോക്കിയില്ല, കൃത്യം പണം കൊടുത്ത് എഴുതി മുദ്ര വെച്ചു. എന്നിട്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന്റെ തുലാസിൽ തൂക്കിക്കൊടുത്തു. പിന്നെ ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച്. കണ്ടോ, അവൻ അർഹതപ്പെട്ട കൊടുത്തു. ന്യായവും പതിവും നാട്ടുനടപ്പനുസരിച്ച്, ന്യായമനുസരിച്ച്, പതിവനുസരിച്ച് അവന് കൊടുത്തു. പിന്നെ മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. 2 വിധ ആധാരം വാങ്ങി, തുറന്നിരുന്നതും മുദ്രയിട്ടതും. ഇത് ഞാൻ സാറിന് വെളിപ്പാട് പ്രസംഗിക്കുമ്പോൾ ഈ മുദ്ര ഭേദിക്കാൻ ആരെയും കണ്ടില്ല, ആ വചനം പറയുന്നിടത്ത് ചേർത്ത് പറയുന്നൊരു ഭാഗമാണ്. അതിൻ്റെയൊക്കെ ഉത്തരം അവിടെ കിടപ്പുണ്ട്, എന്തുകൊണ്ട് കണ്ടില്ലെന്നൊക്കെ ഉണ്ട്. എന്താണെന്നറിയണ്ടേ? ഒരപ്പന് 8ഉം 10ഉം മക്കളൊക്കെ അല്ലേ അന്ന്. തൽക്കാലം നമുക്ക് യാക്കോബിനെ തന്നെ എടുക്കാം. 12 പേര്, 13 പേരുണ്ട്, 13-ലധികം ഉണ്ട്. പുത്രന്മാരെയും പുത്രിമാരെയും എന്നാണ് കാണുന്നത്. നമുക്ക് ദീനയുടെ പേരേ അറിയത്തുള്ളൂ. ദീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും പിന്നെ 12 പേരും അല്ലേ. അപ്പോൾ ഇതിലെ 12 പേരെ എടുക്കാം. ഇവർക്ക് അവകാശം വിഭജിച്ചു കൊടുക്കുമ്പോൾ അപ്പൻ ഇതെല്ലാം നേരത്തെ എഴുതി റെഡിയാക്കി വെക്കും. അപ്പൻ മാത്രമല്ല, നമ്മളിതൊക്കെ ചെയ്തു വെച്ചോണം, അല്ലെ പിള്ളേർ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ഉള്ള സ്നേഹം കളയരുത്. അല്ലെ ഒരു കൊച്ചു പറയും, പപ്പ ഇതൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു, വാക്കാൽ പറഞ്ഞതാണ്, കണ്ണിക്കാൻ പറ്റും, വലിയ വിഷയമാകും. അതുകൊണ്ട് നല്ല ബോധമുള്ളപ്പോൾ ഇതങ്ങ് ചെയ്തു വെച്ചോണം, അല്ലെ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം എഴുതിയിട്ട് ഇത് ചുരുട്ടി ഒന്നുകിൽ ഒരു മൺകുടത്തിനുള്ളിലോ അതല്ലെങ്കിൽ ഒരു തുകൽ പാത്രത്തിനുള്ളിലോ ആക്കി അത് ചുറ്റിക്കെട്ടുന്നതിന് തന്നെ രീതിയുണ്ട്. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ചുറ്റണം. ചുറ്റിയിട്ട് അതിൻ്റെ മീതെയൊക്കെ വചനം എഴുതി വെക്കണം. ഇതാ വീടിൻ്റെ പ്രമാണം, ആധാരമാണ്. ഈ ആധാരത്തിന് ജൂതനൊരു ഭാഷ പറയും, മെസ്സൂസ. എന്താ പറയുന്നത്? മെസ്സൂസ. അപ്പം മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തി അത് നശിപ്പിച്ച് വെച്ചിരിക്കുക. മുമ്പ് മലയാളത്തിൻ്റെ ഗുണം പറഞ്ഞെങ്കിലും മലയാളത്തിൽ കിടക്കുക ഗൃഹബിംബം. ഗൃഹബിംബം എന്നൊരു 2 പദമുണ്ട്. ടെറാഫീമുണ്ട്, അത് വിഗ്രഹമാണ്. മെസൂസയുണ്ട്, അത് വിഗ്രഹമല്ല. അതായത് നമ്മുടെ റാഹേൽ അപ്പൻ്റെ ഇന്ന് അടിച്ചു മാറ്റിക്കൊണ്ട സാധനമാണ്. എന്തെന്നാ? മെസൂസ. അതായത് ഈ ആധാരം. എൻ്റെ വൈഫിൻ്റെ പേര് റാഹേൽ എന്ന, റേച്ചൽ എന്നാ. ഞാൻ കൂടുതൽ പ്രസംഗിച്ച അവക്കെന്തോ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ആ വിഷയെ വിട്ടു. മെസൂസ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൻ്റെ ആധാരം അടിച്ചു മാറ്റി കൊണ്ടുവരിക, അല്ല വിഗ്രഹത്തിൻ്റെ മീതെ കയറിയിരുന്നല്ല. ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? പറയാം. ഇതിൻ്റെ ഉള്ളിൽ രഹസ്യമാണ്, പക്ഷേ അത് സൂക്ഷിച്ചു വെക്കാറില്ല, അത് പരസ്യമാക്കി വെക്കുക. മിക്കവാറും കയറി ചെല്ലുന്ന വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, ഇപ്പോൾ ഈ തൂണയിൽ അല്ലെങ്കിൽ നമ്മുടെ കോളിമ്പലൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് ഈ സാധനം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. വീട്ടുകാർക്കൊരഭിമാനമാണ്, ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്നോ. എൻ്റെ അർത്ഥം ഇതേ കുലീനത്തോളൊരു കുടുംബമാണ്, തലമുറയായി മെസൂസ ഉള്ള വീടാണെന്ന്. പാരമ്പര്യമായിട്ടേ അപ്പന് ഭൂമി സ്വത്തുമൊക്കെ ഉണ്ട്, അതിൻ്റെ മുഴുവൻ രേഖയായത്. അതിങ്ങനെ അവിടെ ഇട്ടിരിക്കും. ഇനി ഒരു കാര്യം മനസ്സിലാക്കി, ഇസ്രായേൽ മക്കൾ ബഹുകാലം ഏഭോദില്ലാതെയും ഗൃഹബിംബമില്ലാതെയും ഇരിക്കും. ഏഭോദ് പൗരോഹിത്യാണ്. പുരോഹിതന്മാർ നഷ്ടപ്പെടുകയും അവകാശഭൂമി നഷ്ടമാവുകയും ചെയ്ത അനുഭവത്തിൽ ബഹുകാലം ജീവിക്കും. ഇതതിൻ്റെ അർത്ഥം. ഇനി ഇതിൽ സകലതും ഉണ്ട്, എഴുതി വെച്ചിരിക്കുക. ഇത് എപ്പോഴാണ് തുറക്കെന്ന് അറിയണ്ടേ? അടഞ്ഞിരിക്കുന്ന ആധാരം. അപ്പൻ
അപ്പൻ്റെ മരണം കഴിഞ്ഞ് 12 മക്കൾ ഒത്തുകൂടും. ഈ വീട്ടിലെ ഒരു കുലപതി, ഒരു കാരണവരോ നാട്ടുപ്രമാണിയോ ഈ കുടുംബത്തിൻ്റെ ഒരു മേധാവിയോ ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഈ മെസൂസ തുറക്കാൻ പോവാ. അതെ, നമ്മുടെ നാട്ടിലെ പോലെ ഈ ശവസംസ്കാരം വെച്ച് നീട്ടുന്ന പണിയില്ല. മരിച്ചവരെ എത്രയും പെട്ടെന്ന് നടക്കും. കാലിഫോർണിയയിൽ നിന്ന് ചാച്ചൻ പുറപ്പെട്ടിട്ടുണ്ട്. ആ ചാച്ചൻ എത്തിയാലും അടിമാലി പോയ കുഞ്ഞമ്മ വരാൻ പിന്നെയും താമസിക്കും. അതുകൊണ്ട് അവിടെ വെച്ച് അതിൻ്റെ പുറമെ വരുന്ന വാസുമാർ സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് പുറകെ വരും. നക്ഷത്രവും കൂടെ വന്ന് ആശംസ പറയും. എന്തെല്ലാം പരിപാടിയല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ കാണണം, നമ്മുടെ ഈ ശവസംസ്കാരം കണ്ടിട്ട് ശവം എഴുന്നേറ്റ് വന്ന് തല്ലാത്ത ഭാഗ്യം നിർത്തലാന്ന് പറഞ്ഞു. പിന്നെന്തുവാ അലക്സാണ്ടർ കൈ രണ്ടും ഇങ്ങനെ ഇട്ടത്. ഇതൊക്കെ കേട്ട് അല്ലേ. പിന്നെ യൂത്തിൻ്റെ ആശംസ, ലേഡീസിൻ്റെ അമ്മാമ്മയുടെ ആശംസ, ഇത് കേട്ട് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പക്ഷെ ജൂതന്മാരെന്താ അറിയണ്ടേ, ശരീരത്തിലെ സ്വാഭാവികമായ ആ സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, അത് പോകും മുമ്പ് അടക്കിക്കോണം. ആരെയും നോക്കുകയില്ല. അതാണ് അനന്യാസ് അങ്ങോട്ട് മരിക്കയും ഭാര്യ വരാൻ നോക്കി നിന്നില്ല, അടക്ക്. കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അടക്കാണ് അന്നേരെ. പിന്നത്തേനും വെക്കുകയില്ല, അവരുടെ രീതിയാണ്. അപ്പോഴേ എന്തിനാ പറഞ്ഞേ, കാരണവർ മരിക്കുകയും അടുത്ത് അടക്കങ്ങോട്ട് കഴിഞ്ഞ് വിലാപം കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ പേരിലുള്ള കരച്ചിലും അനുസ്മരണമെല്ലാം കഴിഞ്ഞാലുടൻ മെസൂസ തുറക്കാൻ വേണ്ടി പോവാ. ഈ കൂടെ ഉണ്ടല്ലോ ഈ മൺകുടം അല്ലെങ്കിൽ തുകൽപാത്രം കയ്യിലെടുത്തിട്ട് ചോദിക്കും. പേരും വീട്ടുപേരും തണ്ടപ്പേരും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് പറയും, ഇന്നയാളുടെ നാമധേയത്തിലുള്ള ഇന്ന പുരയിടങ്ങളെക്കുറിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ കാളകളെക്കുറിച്ചുള്ള, അദ്ദേഹത്തിൻ്റെ കുതിരകളെക്കുറിച്ചുള്ള, ആസ്തിയെക്കുറിച്ചുള്ള ആകത്തുക അദ്ദേഹത്തിൻ്റെ ആർക്കൊക്കെ കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സന്തോഷവും ദുഃഖവും ഒക്കെ അതിലുണ്ട്. അത് പൊട്ടിക്കാൻ പോവാ. പുള്ളി കയ്യിലെടുത്തിട്ട് വിളിക്കുന്നത്, രൂപേൻ കം ഫോർവേഡ്. രൂപേനാണ് റൈറ്റ്, ആദ്യജാതൻ. അപ്പോൾ എടുക്ക്. രൂപേൻ 1-2 സ്റ്റെപ്പ് നടന്നിട്ട് പറയാം, അതെനിക്ക് പറ്റിയല്ല. പറ്റാത്തെന്താ, രൂപേന് ഭയം. ഇതിനകത്ത് എവിടെയെങ്കിലും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അപ്പൻ എന്നെക്കുറിച്ച് എഴുതി വച്ചിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. പേടിയാ. കൈകുടഞ്ഞു രൂപേൻ പിന്നോട്ട് മാറും. ശിമയോൻ വാ. ചേട്ടായി പറഞ്ഞ പോലെ എനിക്കും തുറക്കാൻ വയ്യ. രൂപേനും ശിമയോനും ഇല്ല, ലേവി പറ്റില്ല. 12 പേരെയും വിളിക്കുമ്പോൾ 12 പേരും അങ്ങ് മാറുക. മാറിക്കഴിയുമ്പോൾ ആരുമില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കും, ഇത് ഇനി ആരെങ്കിലും അവകാശികളുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം, നമ്മൾ തുറക്കാൻ പോവാ. ആരുമില്ല. കാരണം അപ്പനോട് ഇടപെട്ട രീതി കൊണ്ട്, അനുഗ്രഹമോ ശാപമോ എന്നറിവില്ലാത്തത് കൊണ്ട് ഇതിലെ എഴുത്ത് വായിക്കാൻ ഭയം. ഇതാ പുസ്തകം തുറപ്പാൻ യോഗ്യനായി ആരെയും കണ്ടില്ല. ഹല്ലേലൂയ. ആരെയും കാണാതെ വന്നപ്പോൾ തൻ്റെ ഇഷ്ടം നിർവഹിക്കുന്ന ദൈവപുത്രൻ മുമ്പോട്ട് വരുന്ന കാഴ്ച കണ്ട് മൂപ്പന്മാരിൽ ഒരുത്തൻ പറയാ, കരയണ്ട. ഏത് ഗ്രന്ഥച്ചുരുളും തുറക്കാൻ അധികാരത്തോടെ പിതാവിന്റെ വാത്സല്യപുത്രൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ രക്തത്താൽ നമ്മളും ജയിച്ചിരിക്കുക. ഏത് ശാപവും നീങ്ങിപ്പോകുന്ന, ഏത് വേദനകളും നീങ്ങിപ്പോകുന്ന രക്തമുഖാന്തിരം ജയമെടുത്തുകൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയ ആ ദൈവകൃപ കൊണ്ട് പറയാ, ഞങ്ങൾ ഭയക്കുന്നില്ല. കാരണം ഇതിനകത്ത് ഒരു ശാപവും ഞങ്ങൾക്ക് ഭവിക്കാത്ത വിധം ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സകല ശിക്ഷകളെയും റദ്ദ് ചെയ്യുന്ന നസ്രായനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ
രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് കരഗതമാക്കാൻ ഒരാളെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കെതിരെ ചമയ്ക്കപ്പെട്ട രേഖകൾ അപ്രസക്തമാക്കിക്കൊണ്ട്, ഭയം തോന്നുന്ന മണ്ഡലങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ജയാളിയായി നിന്നെ നടത്താൻ കഴിയുന്ന സർവശക്തന്റെ പുത്രൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ആർപ്പ് വിളിക്കുന്ന സ്വർഗീയ ജീവികൾ പറയാ, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയാ. അപ്പം മെസൂസയുടെ പവർ മനസ്സിലായി. ഇതാ ഈ സാധനം. അപ്പോൾ പിന്നെന്ത് ചെയ്യും? അപ്പോൾ പിന്നെ എങ്ങനെ വീതം വെക്കും? മക്കൾക്കിടയിൽ അപ്പോൾ ഒരു ധാരണയുണ്ടാവും. ഇന്നത് നിനക്ക്, ഇന്നത് ഇന്നാർക്ക്. സമ്മതിക്കുകയില്ലത് കണ്ടാൽ പറയും, അപ്പം നമുക്ക് മെസ്സൂസ. അയ്യോ വേണ്ട. അപ്പോൾ ഈ നാട്ടുപ്രമാണി വീണ്ടും ഒന്നുകൂടി തൂവൽ കൊണ്ട് ചുറ്റിയിട്ട് പറയും, ഇത് എന്നേക്കും ഇനി അടഞ്ഞിരിക്കുന്നൊരു പ്രമാണം. തുറക്കാൻ വയ്യ. പിടികിട്ടിയോ? അടഞ്ഞിരുന്നോട്ടെ. പിന്നെ അത് തുറക്കുന്നതിനുള്ള ശാപമെല്ലാം പുള്ളി അതിൽ എഴുതിയിട്ട് വീണ്ടും ചുറ്റും. അടച്ചു വച്ചിരിക്കുന്ന ഇതിനെ ഇനി തുറക്കാൻ ശ്രമിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് സ്ഥിരീകരിച്ച് അതങ്ങ് സ്ഥിരീകരിക്കും. സ്തോത്രം. എന്നാലും ഇത് കൊണ്ടു നടക്കണം. അതിനാണെന്നറിയണ്ടേ, ഇത് ആരുടെ കയ്യിലിരിക്കുന്നോ ഇത് കൈകാര്യം ചെയ്തവന് അവകാശം കൂടുതൽ കിട്ടുമെന്ന്. ഇതാരാ കൈകാര്യം ചെയ്യുന്ന? ആരിത് കൊണ്ടു നടക്കും? ഞാൻ കൊണ്ടു നടക്കാം, നിനക്കൊരൽപ്പം കൂടുതൽ. അതിനാ പെങ്കൊച്ചടിച്ചു മാറ്റിക്കൊണ്ട് വന്നേ, കൂടുതൽ കിട്ടുമെന്ന് ഓർത്തു. മനസ്സിലായില്ലേ? അല്പം കൂടുതൽ കിട്ടും. ഈ സംഗതിയാ മെസ്സൂസ. ഇനി തിരിച്ചു വരാം. തുറന്നിരിക്കുന്ന ആധാരം എന്തെന്നറിയണ്ടേ? ഇവിടുന്ന് ഒരു പുതിയ ആധാരം അങ്ങ് തയ്യാറാക്കുക. എന്നിട്ട് പറയും, മെസൂസായിൽ പറയുന്നതായി ഞങ്ങൾ മനസ്സിലാക്കും പ്രകാരം ഇന്ന സ്ഥലത്തെ ഭൂമി, അതിൻ്റെ ഇത്ര ഈന്തപ്പനകൾ, ഇത്ര നീരുറവകൾ, ഇതെല്ലാം ഇന്നാർക്ക്. ഇതാ തുറന്ന ആധാരം. ഇത് രണ്ടും ഇരമ്യാവ് ന്യായവും പതിവും അനുസരിച്ച് വാങ്ങി. കാലം കുറേ കഴിഞ്ഞ് എവിടെ പോയിട്ട് വന്നാൽ ഇത് രണ്ടും കാണിച്ചെങ്കിലേ ഭൂമി നമ്മുടെ ആകൂ. നമ്മുടെ പ്രശ്നം അതല്ല. ഇതൊക്കെ കൊള്ളാം അല്ലേ രമ്യാവേ? ഇതെന്താ സ്ഥിതി? ഇതാർക്ക് മേടിച്ചു കൂട്ടുക? കാരണം എന്താണെന്നറിയണ്ടേ? ഇത് മുഴുവൻ തീ പിടിക്കാൻ പോവല്ലേ? ദേവാലയം കൊള്ളകിടം പോവല്ലേ? നെബൂഖദ്നേസർ നിന്നെ മറ്റൊരു രാജ്യത്തേക്ക് ജനതയെ മുഴുവൻ കൊണ്ടുപോകാൻ പോകുമ്പോൾ ഹനമയേലിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട നിന്റെ അവകാശഭൂമി നിനക്കെങ്ങനെ പ്രയോജനപ്പെടും? ഇതിൻ്റെ ഉത്തരവാണ് കറക്റ്റിയത്. 14 15 വാക്യം വായിച്ചാൽ ഉത്തരം കറക്റ്റ്. വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക. ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം അതൊരു മൺപാത്രത്തിൽ വെക്കുക. ആധാരം. പിന്നെ ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ നാശവും തകർച്ചയും ആത്യന്തികമല്ല. അതിനെ മുഴുവൻ പരിഷ്കരിച്ച് പണ്ട് നിങ്ങൾ എങ്ങനെ കഴിഞ്ഞുവോ അതിലും സമൃദ്ധിയിലേക്ക്, അതിലും ആനന്ദത്തിലേക്ക്, തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച പുതിയ ഇസ്രായേലായി, പ്രവാസ ജീവിതത്തിൽ നിന്ന് കരകയറിയ പുതിയ മനുഷ്യനായി, പുതിയ ജീവിതാനുഭവമായി, പുതിയ കാഴ്ചപ്പാടായി ഇനിയും ക്രയവിക്രയം നടക്കും. ഒലിവുതോട്ടമുണ്ടാകും, മുന്തിരിത്തോട്ടമുണ്ടാകും, ആധാരങ്ങളുണ്ടാകും. അത് വീണ്ടും കൊടുക്കും, വാങ്ങും. ജീവിതം സജീവമാകുന്ന ഒരനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് പറയത്തക്ക വിധം ആ നാവുകൾ തുടിക്കട്ടെ കർത്താവിന് വേണ്ടി. ആ നാവുകളും ഹൃദയവും ഒരുപോലെ തുടിക്കട്ടെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി. എന്നെ ജീവിതത്തിൻ്റെ ഏത് പരിസ്ഥിതിയിൽ ശത്രു കൊണ്ടിട്ടോ അവിടുന്ന് തിരിച്ച് കരകയറത്തക്ക വിധം എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദിവ്യാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഒരു പുതിയ അനുഭവത്തോടെ എനിക്കൊരു തിരിച്ചുവരവുണ്ട്. അത്തരമൊരു കാലത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട്
വളരെ കൃത്യമായി ഒരാലോചന പറയാം. നമ്മൾ സമാനതകളില്ലാത്ത ഒരനുഗ്രഹത്തിലേക്ക് ഇന്ത്യയിലെ ക്രൈസ്തവ സഭ മുന്നേറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സത്യമായൊരു കാര്യമാണ്. അനുഗ്രഹം എന്താണെന്ന് ഞാൻ പറയാം. അത് എന്നോട് ചോദിച്ചാൽ വിചിത്രമായൊരു മറുപടി പറയുന്ന ഒരു ചോദ്യമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ രാജ്യത്ത് സുവിശേഷമുണ്ട്. അതെന്തുവാകട്ടെ, ഇത്രയും നാളത്തെ അല്ലെങ്കിൽ 2000 വർഷത്തെ ചരിത്രത്തിൽ ക്രൈസ്തവ സഭയുടെ ഏറ്റവും നല്ല കാലം ഏതായിരുന്നു? മിഷണറിമാർ വന്ന കാലമൊക്കെ കൊള്ളാം. പക്ഷെ ഞാൻ പറയും, ഇന്നാണ് ഏറ്റവും മികച്ച അതിൻ്റെ ഗോൾഡൻ ഏജ് ഇപ്പോഴാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഇന്ന് 1500-ലധികം ആളുകൾ ജയിലിലാണ്. അതിലൊരു 90% പേരും മലയാളികളാണ്. നമ്മുടെ മണക്കാലയിലൊക്കെ പഠിച്ച, ഷാരോണിൽ പഠിച്ച, പെനിയലി പഠിച്ച, ന്യൂണ്ടിയെ പഠിച്ച, നല്ല അറിവും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മക്കൾ അവിടെ പോയിട്ട് സ്കൂൾ നടത്തിയും പഠിപ്പിച്ചും പ്രസംഗിച്ചും ആദിവാസികളെ കുളിപ്പിച്ചും കഴുകിയും വൃത്തിയാക്കിയും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തും പ്രൊമോട്ട് ചെയ്തപ്പോൾ അതിന് ഇന്ത്യ ഒരു പേരിട്ടു, മതപരിവർത്തനം. ഇന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊരു ദിവാസനെ ഞാൻ പോരുമ്പോൾ കണ്ട പ്രധാന വാർത്തകളിലൊന്നതാ, അകത്തിട്ടു. പലർക്കും അറിയാത്തൊരു കാര്യം, ഈ പോസ്റ്റൊക്കെ ഇടുമ്പോൾ മതപരിവർത്തനം ചെയ്യാൻ വന്നു. ആദ്യം കേട്ടു, ഈ മതപരിവർത്തനം ഇന്ത്യയിൽ നിരോധിച്ചൊരു സംഭവമല്ല. അതാ സത്യം. അതുകൊണ്ടാണ് ചില സ്റ്റേറ്റുകൾ നിയമം പാസ്സാക്കിയപ്പോൾ കോടതി എടുത്ത് ചുരുട്ടി ദൂരോട്ട് കളഞ്ഞു. അലഹബാദ് ഹൈക്കോടതി ചോദിച്ചു, ഇതെന്തോ ഈ കൊണ്ടുവരുന്നത്? ഭരണഘടനാ വിരുദ്ധമല്ലേ? ഭരണഘടനയ്ക്കെതിരായിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ ഒക്കില്ല. മനസ്സിലായോ? ഒക്കത്തില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ നമുക്ക് IPC-യിലൊരു വകുപ്പ്, ചർച്ചകൂടുകാരനൊരു വകുപ്പ് ഇവിടെ എഴുതി ചേർത്ത് നോക്കിക്കേ. അത് ദൂരക്കളെ ശരിക്കല്ല. ഏതോ ഒരു സഭയുടെ കേസിൽ അവരുടെ മിനിസിലോ മറ്റോ എഴുതി വെച്ചു, സഭയുടെ മേലധികാരി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ കോടതി പോകാൻ പാടില്ല, പോയാൽ അക്കാരണത്താൽ പുറത്താക്കും. പൊട്ടത്തരോ അങ്ങനെയൊന്നും എഴുതി വെക്കരുത്, അകത്ത് പോവും ഭരണഘടനയ്ക്കെതിരെ എഴുതി വെച്ചിട്ട്. ഇത് മൊത്തം വായിക്കാനുള്ള ത്രാണി രജിസ്ട്രാർക്ക് ഇല്ലാഞ്ഞുകൊണ്ട് പുള്ളി അത് അപ്രൂവലും ചെയ്തു, വായിച്ചു നോക്കിയില്ല. നമ്മളെപ്പോലെ തന്നെ ഈ ട്രാക്റ്റ് കൊടുക്കുന്ന ആളുകൾ ആദ്യം ആ ട്രാക്റ്റ് ഒന്ന് വായിക്കണം. അല്ല, ഇവൻ ചോദിച്ചാൽ നമ്മളെന്തോ പറയും? ഇതെന്തോ ചേട്ടാന്ന് ചോദിച്ചാൽ എന്തോ പറയും? വായിക്കണ്ടേ? വായിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, മിക്ക ട്രാക്റ്റും വായിച്ചാൽ അതിനകത്തൊന്നും ഇല്ല. അതുകൊണ്ട് എഴുതണം, നിങ്ങളൊക്കെ സുവിശേഷം എഴുതണം. ശരിയാണോ? ഞാനൊരു ചോദിച്ചു, ഇത് വിതരണം ചെയ്തതിൻ്റെ പേരിലാണോ നിങ്ങൾ ഈ തല്ലുന്നത്? കാരണം ഇതിനൊന്നുമില്ല. നമ്മളൊക്കെ പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ കണ്ടില്ല, ഒരു ബോർഡ് മായ്ച്ചു, സ്വന്തം വീടിൻ്റെ മുമ്പിൽ എഴുതിയ വചനം സ്പ്രേ പെയിൻറ്റിന് മായ്പ്പിക്കുക. മനസ്സിലായില്ലേ? അത് ബൈബിളിലുള്ള സാധനമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അജന്തയിലെ എലോറയിലൊക്കെ ഗുഹാശില്പങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. നോക്കണം. അപ്പോഴും ഇറങ്ങിയിരിക്കുക നമ്മുടെ ചില കമൻറ്റേറ്റേഴ്സ്, ഇതെന്തിനാ വേറെ വാക്യമൊന്നും ഇല്ല ഇവിടെ എഴുതാനെന്ന്. തൽക്കാലം ഇതേ ഉള്ളൂ, ഇതേ എഴുതുന്നുള്ളൂ. ഇത് കിടക്കോ നോക്കട്ടെ. മനസ്സിലായില്ല? തൽക്കാലം ഇതിനെന്തോ കുഴപ്പം, ഇത് നോക്കട്ടെ, ഈ വാക്യത്തിൻ്റെ കുഴപ്പം പറ. അത് ചിലരെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അവിടെ പലതും എന്നെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ മാറി അങ്ങ് പോയാൽ മതി അല്ലേ? പോരെ? ചുരുക്കി പറഞ്ഞാൽ ഈ സുവിശേഷം ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സം കുറേയേറെ ശത്രുക്കൾ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? കൂടുതൽ ആപത്തിൽ പെടുമ്പോൾ എങ്ങനെ ഇവനെ ഒന്ന് കൈവിടാം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ. സഹായിക്കേണ്ടെന്നേ. എല്ലാവർക്കും ഒരുപോലെ അറിവുണ്ടോ? ഇല്ല. എനിക്കൊരു കേസ് വന്നു. കേസ് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ആയി. അപ്പോൾ 2 യോഗം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോടെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുക. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. ഇത് ചോദിച്ചാൽ മതി. ഞാൻ വിവാഹം കഴിക്കുന്ന പയ്യനെ അവൻ്റെ അപ്പനെയും വീട്ടിൽ വരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്. ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ മകളെ കിട്ടിയാൽ എന്തെങ്കിലും അപമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ
അത് ചെയ്യരുത്. ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ല, ഇപ്പോൾ വേണേൽ പിരിയണം. അവർ പക്ഷെ നല്ല ഭയമായിട്ട് നിന്നു. മനസ്സിലായില്ല? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ഒളിച്ചു പോകാനും തീരുമാനിച്ചിട്ടില്ല. എവിടെ പോകാൻ? കാണുന്നവരെല്ലാം പറയാം അല്പം ഒന്ന് സൂക്ഷിക്കണോ. എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? വണ്ടി കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ? അത് നോക്കത്തില്ല. നമ്മൾ ആശുപത്രി ജീവിക്കാനേ പറ്റൂ, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. ഈ യോഗം നടത്തിയ സംഘാടകരോട് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് വരാം. ആ പാവങ്ങൾ വിളിച്ചു, നാളെ അങ്ങോട്ട് ചെല്ലണോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ തന്നെ വരുന്നത്? നിങ്ങൾ വിളിച്ചാൽ കൺവെൻഷൻ പ്രസംഗിക്കും, നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ കോടതിയിലോ പോലീസിലോ പോകുന്നത് എങ്ങനെ? അതിനവിടെ ആളുണ്ട്, അവർ വിളിക്കട്ടെ. അല്ല, അതിനല്ലേ ഇപ്പോൾ നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. അവരുടെ പണിയാണ്, വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു. ഞാൻ സാർ വകുപ്പ് പറ. 153A എന്ന് വെച്ചാൽ വിദ്വേഷ പ്രസംഗം. ഞാൻ 3-4 പേരുടെ പേര് ചോദിച്ചു. ഇന്ന ടീച്ചർക്കെതിരെ എടുത്തിട്ടുണ്ടോ, എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതൊക്കെ ചെയ്തിട്ട് പോവാ. മനസ്സിലായില്ലേ? ഇങ്ങനെ പല പേര് ചോദിച്ചു. അവർക്കൊന്നും ഇല്ലാത്തൊരു നിയമം ഇല്ല. ഞാൻ ഇന്ന് വൈകിട്ട് ഇന്നടുത്ത് പ്രസംഗിക്കണല്ലേ, വേറെ എളുപ്പവഴി പറയാം. ഞാനങ്ങോട്ട് വണ്ടിക്കൂലി മുടക്കി വണ്ടമേട് വരെ വരികയില്ല. ഞാൻ മണർകാട് പ്രസംഗിക്കുന്നുണ്ട് വൈകിട്ട്, അവിടെ വരെ കൊണ്ടുപോകാം. അതല്ല, എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വൈഫിനെയും പിള്ളേരെ അറിയിക്കണം, നേരെ കൊണ്ടുപോകാം. തടയത്തൊന്നുമില്ല ആരും, ഒരു വിഷയമില്ല. ഞാനങ്ങ് വന്നേക്കാം. ജയിലിനോടുള്ള ബുദ്ധിമുട്ടല്ലേ, മുമ്പ് പറഞ്ഞ ജയിലിൽ പോകാനൊരു ആഗ്രഹം എനിക്കില്ലാതില്ല, വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ആ ഫുഡിൻ്റെ ആ മെനു ഒക്കെ വായിച്ചത്. എൻ്റെ പൊന്നെ, ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രായം മുഴുവൻ ഈ ഹൈസ്കൂൾ ഫുഡ് പഠിച്ചും പഠിപ്പിച്ചും കഴിച്ച ഒരാളാണ് ഞാൻ. ഏതാണ്ടതൊരു സെമി ജയിലാണ്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇങ്ങനെ തീരുമാനിക്കുക. അപ്പോഴേ ഇത് കണ്ടപ്പോൾ മുതൽ ആഴ്ച ഒരു ദിവസം മട്ടൺ, പിന്നെ ചിക്കൻ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി നമ്മുടെ ഈ ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നമ്മൾ തലകറങ്ങൊന്നും വീഴില്ല, നിങ്ങൾ കൊണ്ടുപോ. പിന്നെ അവർ വന്നില്ല. അവസാനം ഇലക്ഷന് മുമ്പ് പറയുക അതൊക്കെ എഴുതി തള്ളിയെന്ന്. ഞാൻ പറഞ്ഞു വളരെ നല്ലത്, തള്ളിയാലും നല്ലത്, ഇല്ലേലും നല്ലത്. എന്നാന്നറിയണ്ടേ, ഈ പൗലോസ്ലീഹ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ഉത്തരവ് വന്നു. എന്താ ഉത്തരവിലെന്നറിയണ്ടേ? പൗലോസായ താങ്കളെ രാജ്യത്തിന് വിരുദ്ധമായി സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ ഈർച്ചവാളിനാൽ കൊന്നുകളവാൻ റോമാ കൈസർ ഉത്തരവായിരിക്കുന്നു. ഈ ജയിലിൻ്റെ മുമ്പിൽ കൊണ്ട് ഒട്ടിക്കുന്നത് നമ്മളെ കൊല്ലുമെന്നുള്ള കാര്യം വായിച്ച് വായിച്ച് മെൻ്റലി നമ്മൾ വീക്കാകണം. മിക്കപ്പോഴും ഭ്രാന്ത് പിടിക്കും ആ കിടപ്പ്. റോമിലെ നിയമം അനുസരിച്ച് എപ്പോഴാണ് ഇത് നടപ്പിലാക്കിയെന്നറിയില്ല. നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും ആകാം. ഇങ്ങനെയാ. അപ്പോൾ അത് ആ കാലം വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ തണുപ്പ് കാലം വരിക. ഈ തണുപ്പത്ത് ഇവർ നടത്തുകയില്ല. കാരണം 8-10 പേരെ ഒരുമിച്ചാണ് ഈ തല വെട്ടുന്നത്. തല വെട്ടുകയല്ല, ഈർച്ചവാളിൻ്റെ വെട്ടെന്ന് പറഞ്ഞാൽ വെറും സോഡിങ് അല്ല, തടിയിറക്കുന്ന വാളിന് മനുഷ്യനെ കൊല്ലുക. അതെങ്ങനെയാണെന്ന് ഇവിടെ പറയാം. ഈർച്ചവാളാനാൽ ഉള്ള ശിക്ഷയെന്ന് പറഞ്ഞാൽ 2 മരത്തിലേക്ക് 2 കാലുകൾ വലിച്ചു കെട്ടിയിട്ട് 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് 2 പീസാക്കുക. 2 കാലുകൾ 2 വഴിക്ക്. ഇതാ ശിക്ഷ. ഇത് എഴുതി വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച്. നമ്മളിപ്പോൾ ഇത്രയും പേരും പോകണ്ടല്ലോ. ഡോക്ടർ പറയുക പോയിട്ടൊന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ മുതൽ മൂളാൻ തുടങ്ങും. എൻ്റെ വീട്ടിൽ 3 മക്കളും ഞാനും ഭാര്യയാണ്. അതിൽ വീട്ടിൽ 3 പേര്, അത് ഈ 3 പേരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് പുള്ളിക്കാരി അവിടെ ചെന്ന് എന്തൊക്കെ ഒപ്പിക്കുമെന്ന് അറിയില്ല. ഇവർക്ക് ഈ അസുഖമൊക്കെ വന്നാലേ പെട്ടെന്ന് അയ്യോ ഇങ്ങനെയൊക്കെ ഒരു പപ്പ. അപ്പോൾ എന്നോട് ഒരു മോള് വന്നിട്ട് പറയും, പപ്പ അവർ സ്വരം മാറ്റിയെന്ന് പറയും. സ്വരം മാറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമുള്ളൂ, പക്ഷേ എന്തുവാ, ഓ ഇവിടെ ഒരു പിടി, അയ്യോ. അപ്പോൾ ഇവൾ ഓടി വന്നിട്ട് പറയും അവർ സ്വരം മാറ്റിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളാൻ പറയും. ഇത് സീരിയസ് ആയിട്ട് അവൾ എടുക്കുന്നില്ല. കൃപയാൽ അവൾക്കിപ്പം മെഡിസിന് പഠിക്കാനൊരു ചാൻസ് കിട്ടി. ഇതുകൊണ്ടായിരിക്കും കിട്ടിയത്. കാരണം ഈ രോഗം വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രോഗിയായി പോകും. മക്കളെ രോഗം വലുതായിട്ട് എടുക്കരുത്, നിങ്ങൾ ഡോക്ടറാകും, അതിനായി പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ചെറിയ പനി വന്നു കഴിഞ്ഞാൽ ഉടനെ അയ്യോ എന്നൊന്നും വേണ്ടെന്നേ. ഷുഗർ ഇച്ചിരി കൂടി, അതിന് കുഴപ്പം, ഇച്ചിരി ഭക്ഷണമൊക്കെ കുറച്ച് ഇങ്ങനെ ചരലൊക്കെ ഉണ്ട്, അതുവഴിയൊക്കെ നടക്കും കുറച്ച് നേരം.
അല്ലേ? നിങ്ങളുടെ ലോകത്ത് ഈ പായസം അടിക്കുന്നതും ഈ ഐസ്ക്രീം കഴിക്കുന്നതെല്ലാം ഷുഗറുള്ളവരാ, കൺട്രോൾ ചെയ്യല അല്ലേ? ആ, അപ്പോൾ ഇതൊക്കെ നിർത്തി ആരോഗ്യപരമായ ജീവിതം പാലിച്ചാൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ? എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, സ്ഥിതിക്കൊക്കെ മാറ്റമാണ്. അപ്പം എന്തിനാ പറഞ്ഞേ? ഈ ഉത്തരവ് കൊണ്ട് കിട്ടുമ്പോഴാണെ കരയും. പൗലോസ് ഇത് കേൾക്കണോ? പൗലോസ് അവിടെ കിടന്ന് എഴുതിയ സാധന 1-2 തിമത്തിയോസ്, തീത്തോസ്, ഇത്രയും ലേഖനം കൂടി എഴുതി തീർത്ത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ട. ചിലപ്പോഴൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ, തൂക്കിലെറ്റാൻ, കൊല്ലാൻ ശത്രു അവിടെ നിന്നിട്ട് പറയും, പൗലോസേ വാ, സമയമായി. അപ്പോഴൊക്കെ എഴുതുന്ന ഭക്തൻ പറയും, സമയമൊന്നും ആയിട്ടില്ല, എനിക്ക് പണിയുണ്ട്, നീ അവിടെ നിൽക്ക്, എനിക്ക് 3 ലേഖനം എഴുതണമെന്ന് ആത്മനിയോഗമാണ്, അത് തീർക്കണം, ഞാൻ എഴുതുക. എഴുതി തീരും വരെ ഒരു ഈർച്ചവാളും ചലിക്കുകയില്ല. ദൈവം തന്ന ശുശ്രൂഷ തീരും വരെ ഒരു ശക്തിക്കും, ഒരു ദുഷ്ടനും, ഒരു ദുരാലോചനയ്ക്കും തൻ്റെ ഭക്തന്റെ മീതെ, തൻ്റെ മകളുടെ മീതെ അധികാരമില്ല, അവകാശമില്ല. അപ്പോഴൊക്കെ മരണം അവിടെ നിന്ന് മാടി വിളിക്കുമ്പോഴൊക്കെ ഭക്തൻ പറയണം, യു പ്ലീസ് വെയിറ്റ്, നിക്കവിടെ, നിനക്ക് അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത വിധം ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ എൻഗേജ്ഡാ. എഴുതി തീർത്ത് അവസാനത്തെ കുത്തുവിട്ട് ആ കുറിപ്പടി പായ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട ഇടത്ത് എത്തിച്ചിട്ട് മാത്രമേ പ്രാണൻ എടുക്കാൻ നിനക്ക് സാധിക്കൂ. അങ്ങനെ പ്രാണൻ എടുക്കുമ്പോഴും ഭയമില്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് ചിന്തിക്കത്തക്ക വിധം എൻ്റെ മീതെ പകരപ്പെട്ടിരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അത്തരം ദൈവകൃപയാൽ നിയോഗിക്കപ്പെട്ട ചിലരൊരു കാലമാണ് വരുന്നത്. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ നിരവധി നാളുകൾ ദൈവജനം പ്രാർത്ഥിച്ചതൊക്കെ എന്തിനാ? ഇന്ത്യയെ സന്ദർശിക്കണം. ഞങ്ങളിന്നും പ്രാർത്ഥിക്കുന്ന ഇതല്ലേ, ഭാരതത്തെ സന്ദർശിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അങ്ങനെ നിരന്തരം ദൈവമക്കൾ പ്രാർത്ഥിച്ചു. തെറ്റിദ്ധരിക്കേണ്ട ലോകമേ, ഇന്ത്യ നാളെ ഒരു ക്രൈസ്തവ രാജ്യമാകണമെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. IPC-കാരനൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണോ നിങ്ങളാരും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ചെയ്യരുത്. കാരണം 4-3-7 പേര് കൂടുന്നൊരു സഭ നയിക്കാൻ നമുക്ക് വലിയ പാടാണ്. അന്നേരം 150 കോടി മനുഷ്യർ കൂടുന്ന ഇന്ത്യ, മനസ്സിലായില്ലേ? ഞങ്ങളെ ഇതൊന്നും ഏൽപ്പിക്കലെന്ന് ലോകത്തോട് പറ. നമ്മളെ ഇതൊന്നും ഏൽപ്പിക്കണ്ട. ഞാൻ കൂടുതൽ പറയുന്നില്ല, പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യ പ്രാർത്ഥിക്കുന്നൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇങ്ങനൊന്നും ഞങ്ങൾക്ക് ആവേശമില്ലെന്ന്. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ കൂടെ നിന്ന് വന്ന് ഇതിലേക്ക് ആയി തോർത്ത് പ്രത്യേകിച്ച് ആവേശമില്ല, ആരും ആകുന്നതൊക്കെ ആയിക്കോട്ടെ. സകല മനുഷ്യർക്കും സ്വസ്ഥതയും സാവധാനതയും ഒക്കെ ഒരു നല്ല ഭരണം കിട്ടാൻ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ പൊളിറ്റിക്സ്. അതാ തന്നെ ആര് ഈ സ്ഥാനത്തെത്തിയാലും ദൈവം അവരെ ആക്കിയെന്ന് വിശ്വസിക്കാനാ ഈ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനല്ലേ? ആത്മാർത്ഥമായിട്ട് പുസ്തകം വായിക്കാതെ ഞങ്ങൾ പറയാം, ഇവിടുത്തെ മെമ്പറെ ദൈവമാക്കിയതാ. അത് BJP ആണെങ്കിലും CPM ആണെങ്കിലും CPI ആണെങ്കിലും സ്വതന്ത്രനാണെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യാത്ത ആളാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാണി ആണെങ്കിലും ഏണി ആണെങ്കിലും ആരാ സ്ഥിതി? ഇതാരാ ദൈവമാക്കിയേ? ഗോഡ് അപ്പോയിൻറ്റഡ് ദം ആസ് ദ റെപ്രസെൻറ്റേറ്റീവ്. ഇത് ഈ പുസ്തകം തരുന്ന അധികാരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അറിയോ? പറയാം. ഈ നമ്മുടെ മന്ത്രി, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാവിലെ ഒരു ചായ കുടിക്കുന്നത് പാളിയെങ്കിൽ അന്നെടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ അത് ബാധിക്കും. ഇതിനാ നമ്മൾ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഇത്രയും സംവിധാനം ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത്രയും മനുഷ്യരെ ബാധിക്കുമെന്നു. അതാ സാവധാനതയുള്ള പക്വതയുള്ളൊരു തീരുമാനമെടുക്കാൻ അവർക്ക് പ്രേരണ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. രാജ്യ നിയമങ്ങളെ ബഹുമാനിക്കണം. അങ്ങനെ എഴുതി രേഖാമൂലം അങ്ങനെ വേറൊരു ആത്മീയ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല, ബൈബിളിലുള്ളൂ. വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രേഖ വെച്ചെഴുതിയ ഒറ്റ ആത്മീയ ഗ്രന്ഥവും ലോകത്തില്ല ഈ പുസ്തകം ഒഴിച്ച്. ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യ നിയമങ്ങൾക്ക് കീഴടങ്ങണം. ഒരു പദം അല്പം കട്ടികൂട്ടി പറഞ്ഞു, മൂർഖന്മാർക്കും കീഴടങ്ങണം. മൂർഖൻ എന്ന് പറഞ്ഞാൽ മറ്റേ പാമ്പിൻ്റെ കാര്യമല്ല. കാരണം പാമ്പിൻ്റെ പേര് മാറിയല്ലോ കുറച്ച് നാളായിട്ട്, അതിഥി എന്നായി പാമ്പിൻ്റെ പേര്.
മനസ്സിലായില്ലേ? പാമ്പെന്നാണോ ഇപ്പോൾ പറയുന്നത്? നമുക്കൊരു അതിഥി ഉണ്ടെന്ന് ഇന്ന്, ഒരു മൂർഖൻ അതിഥി. ഇന്ന് നമുക്കൊരു അണലി അതിഥിയാണ് ഉള്ളതെന്ന്. പാമ്പിനെ വിളിക്കുന്ന അദ്ദേഹമെന്ന്. സാറെന്ന് വിളിക്കാൻ ഞാൻ ഭാഗ്യം പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളുടെ ഒരു പോക്കേ. അതിഥി മനസ്സിലായില്ല, ഇത് ആതിഥേയനാന്ന് മനസ്സിലായില്ല, കൊടുത്തൊരു കൊത്ത്. ആദിത്യ മര്യാദ ലംഘിച്ച് കളഞ്ഞല്ലേ? അവിടെ പോട്ടെ, പിണങ്ങി പറഞ്ഞല്ല, ഞാൻ കാര്യങ്ങളുടെ കിടപ്പേ, കാലം പോയൊരു പോക്കേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം ഇവർക്കൊക്കെ വേണ്ടി. എൻ്റെ അർത്ഥം അറിയണ്ടേ? നമ്മൾ കുറേ കൂടി ശരിയാകണം എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഭരിക്കേണ്ടവരെ ദൈവം കൊണ്ട് ആക്കി. അടിച്ച് തകർത്ത് ഇടിച്ച് പിഴിഞ്ഞ് നമ്മുടെ ചാറൂറ്റും. ഇതായി പറഞ്ഞു വരുന്നത്. പറയാം, FCRA മുഴുവൻ റദ്ദാക്കി. FCRA എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ UK US ഇവിടുന്നൊക്കെ ഒരല്പം പണം വന്നു, ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ. മാറാൻ പറ്റില്ല. ഫോറിൻ കറൻസി റെഗുലേറ്റിംഗ് ആക്ട്, ഫെറ, ആ ലൈസൻസ്, ഈ പണം മാറാൻ ലൈസൻസ് വേണം. അതിന് FCRA അത് തരേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. നമ്മുടെ ഇത്തരം വഴികളെല്ലാം അങ്ങ് റദ്ദ് ചെയ്തു. അതുകൊണ്ട് പല മിഷൻ സ്റ്റേഷനുകളും പ്രസ്ഥാനങ്ങളും അടച്ചുപൂട്ടി. ഈ വിദേശ നാണയം, വിദേശ പണമെന്ന് പറയുമ്പോൾ സായിപ്പ് തരുന്നല്ല. നമ്മൾ പ്രാർത്ഥിച്ചു വിട്ട് നമ്മുടെ കൊച്ച് നേഴ്സോ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് പോയിട്ട് അവൾ പണിയെടുക്കുന്നതിനൊരു വിഹിതമായി അയക്കുന്ന മിഷന് വേണ്ടി. അല്ല, സായിപ്പ് എവിടെ ഇരിക്കുന്നു? അവരെ പോപ്പുലേഷനെ കുറഞ്ഞു, അവരിൽ തന്നെ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു, ഈ വഴികളെല്ലാം അടഞ്ഞു, ഇത്തരം സാധ്യതകളെല്ലാം അടഞ്ഞു. ബൈബിൾ സ്കൂളുകളൊക്കെ ഏതാണ്ട് നിശ്ചലമായി. കാരണം ഫണ്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ ചെന്നാൽ അവിടെ ഇരിക്കുന്ന സാറൊരു ചോദ്യം ചോദിക്കും, വിളിയുണ്ടോ? ആ ചോദ്യം പാടില്ലാണ്, ഇങ്ങേരെ അറിയേണ്ടതാ ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലേ? ആ ചോദ്യമേ പാടില്ല, ഇങ്ങേർക്ക് കൃപയുണ്ടേ അറിയേണ്ടതായിരുന്നു. പുള്ളി ഇങ്ങോട്ട് കയറി ചോദിക്കുക, വിളിയുണ്ടോ? അങ്ങനെ വിളിയില്ലെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടാ. ഇവിടെ ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂവിനെ പറഞ്ഞു, ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു വിളിയില്ല, പൊക്കോളാൻ പറഞ്ഞു. 2 മിനിറ്റ് പോലും ഇൻ്റർവ്യൂ നീണ്ടില്ല, പൊക്കോളാൻ പറഞ്ഞു. കൃപയാ ഞാൻ ആ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു. പിന്നെ അത് വേറെ കാര്യം. അവരെ കുത്തി നോവിച്ചൊന്നുമില്ല. പിന്നെ ഒരിക്കൽ മാത്രം പറഞ്ഞു, സാറിനെ അന്ന് പറഞ്ഞു വിട്ടതാ വിളിയില്ലെന്നും പറഞ്ഞു. വേറെ സ്ഥലത്ത് പോയിട്ടൊക്കെ പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ അന്ന് ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ പാടാ, ഭയങ്കര ഫീസ്. ഇന്ന് പുറകേ നടന്നാലൊരുത്തനില്ല പഠിക്കാൻ. സ്ഥിതി മാറി. അപ്പോൾ പറഞ്ഞ ക്രൈസ്തവ ആ ഓഫീസുകൾ പലതും പൂട്ടി, വിദേശ വരുമാനമൊക്കെ നിലച്ചു. ഉണ്ടെങ്കിൽ തന്നെ അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റണില്ല. മിഷണറിമാരുടെ എണ്ണം, അവരെ സന്ധിക്കാൻ പാകത്തിന് നമുക്ക് സംവിധാനങ്ങളില്ല. പക്ഷേ ദുഃഖം വേണ്ട. മറുവശത്തൊരു കാര്യം അറിയോ? ഇത്രയും സഭ വളർന്നൊരു കാലമില്ല. കഴിഞ്ഞ 10-13 വർഷത്തിനുള്ളിൽ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മുടെ പെർസെൻ്റ് അങ്ങ് കുതിച്ച് കയറി. ഇപ്പോഴും ചില 2.5 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അതൊക്കെ വെട്ടിയിട്ട് നാളെ ത്രായിന്നാണ് നിങ്ങൾ ഈ മനസ്സിലാക്കിയത്. അതൊക്കെ പണ്ടേ വെട്ടി. എന്നോട് ആദ്യമൊക്കെ ആൾക്കാർ പറയും, ഇങ്ങനെയൊന്നും പോയി പറയരുത്, അവർ പ്രകോപിതരാകുമെന്ന്. അവരിനി ഇതിപ്പരമെന്തോ ആകാനാ? അങ്ങനെയൊന്നും തടഞ്ഞാൽ തീരുന്ന സംഗതി അല്ലിത്. തടയാൻ പറ്റില്ലെന്നേ. അടുത്തതേ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദേശനിവാസികളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നവർ, ഇത് മതപരിവർത്തനമൊന്നും അല്ല. സത്യം പറഞ്ഞു പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചിലപ്പോഴൊക്കെ ഈ പോസ്റ്റ് ഇടുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നു. പ്രമുഖ സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്ററുടെ മകള് നമ്മളൊരു പാസ്റ്ററുടെ ഭാര്യയാണ്. IPCയിലെ ഒരു കർത്തദാസൻ, അംബുജാക്ഷൻ പാസ്റ്റർ, എറണാകുളത്താണ്. അപ്പോൾ അറിയപ്പെടുന്ന യേശുദാസിനെയൊക്കെ പാടിപ്പിച്ച ഒരു വലിയ സംഗീതജ്ഞൻ. അദ്ദേഹത്തിൻ്റെ മകളിത് അന്തസ്സായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്. ഞാൻ ഈ വാർത്ത നേരത്തെ പറയാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അവരെ ഒന്നിച്ച് കണ്ടപ്പോൾ ആ സന്തോഷത്തിന് അതൊരു ഓടി വന്നു.
താഴെ എഴുതിയിരിക്കുക, പാൽപ്പൊടിക്ക് മതം മാറിയിട്ട് നിൽക്കുന്നു. അപ്പോൾ അല്പം കേൾക്കുക. ഇന്ത്യയിലെ പ്രബലമായൊരു പെന്തക്കോസ്തരുടെ പേരാണ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്. സ്ഥാപകൻ്റെ പേര് ജോൺ അയ്യാപിള്ള. ജോൺ എന്നുള്ള പേര് പിന്നിട്ടതാണ്. തമിഴ്നാട്ടിലെ കോടികൾ വിലമതിക്കുന്ന ഭൂസ്വത്ത് സ്വന്തമുള്ള ഒരു ധനാഢ്യനായ പിള്ള കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം കേൾക്കണോ? മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ഷാരോൺ തോമാച്ചാൻ്റെ അന്നത്തെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി PhD എടുത്ത ആളാണ്. തിയോളജിയിലല്ല, ഇംഗ്ലീഷിൽ PhDയാ. അവർ സൗജന്യം കൊടുത്ത സ്ഥലത്താണ് കണ്ണൂരിലെ ഗവൺമെൻറ് ആശുപത്രി ഇരിക്കുന്നത്. സൗജന്യം കൊടുത്ത റോഡ് സൈഡിൽ ഏക്കർ, ഇപ്പോഴും അവർക്കുണ്ട്, ഏക്കറല്ല കിലോമീറ്റർ കണക്കിന് സ്ഥലം അവിടെ വാങ്ങിയിട്ടുണ്ട്. ആ മനുഷ്യന് പാൽപ്പൊടി കൊടുക്കാൻ ധൈര്യമുള്ളവൻ ആരടാ? ചർച്ചക്കോടിൻ്റെ സ്ഥാപകനുണ്ടെന്നേ, AR തങ്കയ്യ അതിശയം, ART അതിശയം, PAB സാം സാറിൻ്റെ അപ്പൻ. തമിഴ് ബ്രാഹ്മണന് ഭൂസ്വത്തേറെയുണ്ട്. പെന്തക്കോസ്ത് സഭകളുടെ ആവിർഭാവ ചരിത്രം പരതിച്ചെന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചില ചരിത്രം കിടപ്പുണ്ട്. ഇത് പാൽപ്പൊടിയൊന്നും കൊടുത്ത് വന്നല്ല. ഇല്ലായ്മക്കാരെങ്ങനെ വന്നതെന്നറിയണ്ടേ? ദലിതരും ആദിവാസികളും പിന്നോക്കരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരെങ്ങനെ വന്നാ? പാൽപ്പൊടി എടുത്താണോ? ഇനി പാൽപ്പൊടി കൊടുത്തു എന്നങ്ങ് സമ്മതിക്കാം. ഈ പാൽപ്പൊടി കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പാൽപ്പൊടി കൊടുക്കുന്ന പച്ചവെള്ളം പോലും കൊടുക്കാത്തവന് പാൽപ്പൊടി കൊടുക്കുമ്പം എന്താ അവസ്ഥ? അത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ചരിത്ര വസ്തു പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ DC പ്രസിദ്ധം ചെയ്യുന്ന 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു പുസ്തകമുണ്ട്. ഡോക്ടർ വിനിൽ പോൾ എഴുത്തുകാരൻ, JNUവിലെ ഗ്രാജുവേറ്റാണ്, JNUവിലെ PhDയാണ് ഡോക്ടർ വിനിൽ പോൾ. വിനിൽ പോളിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, വിനിൽ പോൾ എഴുതിയ ആ പുസ്തകത്തെക്കുറിച്ച് പുള്ളിക്ക് PSCക്ക് എഴുതേണ്ടി വന്നു. ചോദ്യം ചങ്ങമ്പുഴയുടെ കാര്യം പറഞ്ഞു, സ്വന്തം കവിത ചങ്ങമ്പുഴയ്ക്ക് പഠിക്കേണ്ടി വന്നു പറഞ്ഞ പോലെ. എങ്ങനെയാ അതിലെഴുതുന്നുണ്ട് ചില കാര്യങ്ങൾ. എനിക്കറിയാവുന്ന മറ്റു ചില സംഭവങ്ങളുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ മല്ലപ്പള്ളി എന്നൊരു സ്ഥലമുണ്ടല്ലോ പത്തനംതിട്ട ജില്ലയിൽ, അവിടെ തെയ്യത്താൻ എന്ന് പേരുള്ള ഒരടിമയുണ്ട്. തെയ്യത്താൻ, ശരിക്കുള്ള പേര് ദൈവത്താൻ എന്നാണ്. അപ്പോൾ ചെല്ലു പറഞ്ഞത് ഈ ദൈവത്താൻ എന്നുള്ള പേര് ഇദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തെയ്യത്താൻ എന്ന് കളിയാക്കിയെന്ന്. അങ്ങനല്ല, അന്നുള്ളവനൊന്നും മലയാളം വഴങ്ങില്ല. തെയ്യത്താൻ എന്ന് പറയുന്നത് മനഃപൂർവ്വം അല്ല, കളിയാക്കിയതല്ല. എൻ്റെ കാരണം പറയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാനുള്ള അറിവ് അന്നത്തെ മലയാളിക്കില്ലായിരുന്നു. അവൻ പറഞ്ഞ എങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? ഇങ്കരിച്ച് കുമ്പഞ്ചി എന്നായിരുന്നു. എലുത്തമ്പി തലവയുടെ വിളംബരം വായിക്കണം, ഗൂഗിൾ നോക്കിയാൽ മതി, ഇപ്പം നോക്കിയാൽ മതി. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്കരിച്ച് കുമ്പഞ്ചി. തീർന്നില്ല. നിങ്ങളുടെയൊക്കെ ആധാരം പരിശോധിച്ചാൽ ഒരു പദം കാണാം, പണ്ടാരപ്പാട്ട് വക സ്ഥലം. എന്താ പണ്ടാരപ്പാട്ടം? രാജഭണ്ഡാരം വക സ്ഥലം, ട്രഷറി വക സ്ഥലം പാട്ടത്തിന് തന്നു എന്നേ അർത്ഥമുള്ളൂ. 2026 ആധാരം എഴുതിയാൽ എഴുതുന്ന എങ്ങനെയാണെന്നറിയോ? പണ്ടാരപ്പാട്ടം. ഇവിടെ ഈ IAS കാരനൊക്കെ എന്തോ പണി? എന്തിനാടാ നീ IAS എടുത്തിട്ട് ആർക്കെങ്കിലും കൊണ്ടുണ്ടോ? കാരണം എന്താ? ഈ പായൊന്ന് മാറ്റി അക്ഷരം പരിഷ്കരിക്കാൻ 2026 കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് കുറ്റം പറഞ്ഞത് നമ്മളെയാ. മനസ്സിലായില്ലേ? നിങ്ങൾ ആരെയാ കുറ്റം പറയുന്നത് അറിയണ്ടേ? 80 ഇന്ത്യൻ ഭാഷയ്ക്ക് വ്യാകരണം, 125 ഇന്ത്യൻ ഭാഷയ്ക്ക് നിഘണ്ടു ഇതുണ്ടാക്കി കൊടുത്തതേ യേശുവിനെ പ്രസംഗിക്കാൻ ഈ രാജ്യത്ത് വന്ന യേശുവിൻ്റെ അനുഗാമികളായ സുവിശേഷകരാ. അവരുടെ ചങ്കുറപ്പിൻ്റെ ആനുകൂല്യം പറ്റിയ ഓരോ ഇന്ത്യക്കാരനും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് വേണം. എന്നിട്ടേ
ഈ വക കാര്യങ്ങളിലൊന്നും ജനസാമാന്യങ്ങളിലേക്ക് എത്തിക്കാതിരുന്ന കാലത്ത് തെയ്യത്താൻ എന്നൊരു മനുഷ്യൻ ഈ മല്ലപ്പള്ളി വഴി പുറത്ത് മുഖം വെച്ച് മറുവശത്ത് കാളയുടെ പുറത്ത് മുഖം വെച്ച് പോവാ. അതിലൊരു മിഷണറി നടന്നു വന്നു, ഹോക്സ്വർത്ത്, ജോൺ ഹോക്സ്വർത്ത്. 1854 സെപ്റ്റംബർ മാസം 10-ാം തീയതി. കാലം കണക്കൊന്നും തെറ്റാൻ പാടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖാമൂലം നമ്മൾ കാണുന്ന ആദ്യത്തെ മതപരിവർത്തനം എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒരു സംഭവമാണ് 1854 സെപ്റ്റംബർ മാസം 10-ാം തീയതി തെയ്യത്താൻ എന്ന മനുഷ്യൻ ഹോക്സ്വർത്ത് സാഹിബുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവ്വവിശ്വാസം വിടുന്നത്. തെയ്യത്താൻ്റെ വേഷം ഒരു കൂമ്പ് പാള കൊണ്ട് നഗ്നത മറച്ചിട്ടുണ്ട്. ഹോക്സ്വർത്ത് ഇദ്ദേഹത്തെ കണ്ട് കുറച്ചു നേരം നിന്നു. എന്തൊരവസ്ഥയായത്! ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത് ചെന്നു സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഈ പുള്ളി യജമാനെ വരല് മാറി മാറി പോവാ. കാരണം അകലം അടി 32, 64 ഒക്കെ അടി അകലം നിൽക്കണം. ഏയ് നീ പോകുന്നുണ്ടെങ്കിൽ വാ, ചെല്ലാതിരിക്കാൻ പോയി ചെന്നു. മലയാളം അറിയാം സാഹിബിന്. നിനക്കെന്ത് കൂലി കിട്ടും? യജമാനെ, ഒരുപടി നെല്ല്, ആ നെല്ല് വറുത്ത് ഏനും കിടാത്തിയും കൂടെ പാകപ്പെടുത്തി കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് കഞ്ഞി കുടിച്ച് കഴിയണം. ഭാഷയൊക്കെ വളരെ അപശബ്ദങ്ങളുടെ ഭാഷയാണ്. നിനക്ക് കൂലി കിട്ടാത്തത് വിഷമമില്ലേ? ഇല്ല യജമാനെ, ഞാൻ അയാളുടെ മുതലല്ലേ. ഈ കാള എന്ന പോലെ ഞാൻ ഒരാളുടെ മുതലാണ്. എൻ്റെ യജമാനെ കാണണം. ചെന്നു. അതെന്നാ വിൽക്കുന്നോ? വിൽക്കുന്നു. കുടുംബമായിട്ട് വിൽക്കുന്നോ? വിൽക്കുന്നു. ചോദിച്ച വില കൊടുത്ത് 8 പേരെ വാങ്ങി. 8 പേരെ വാങ്ങിയിട്ട് ജോൺ ഹോക്സ്വർത്ത് തൊട്ടടുത്ത മല്ലപ്പള്ളി ആറ്റിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുകയല്ല ചെയ്തേ. പെട്ടിക്കകത്തുനിന്ന് സോപ്പെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് കുളിക്കാൻ. ഇഞ്ച ചതച്ചും പതപ്പിച്ചും കുളിച്ച് ശീലമുള്ള മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സോപ്പ് കണ്ട എന്നാന്ന്. സുഗന്ധമുള്ള സോപ്പൊക്കെ ഇട്ട് കുളിച്ച് ആൾ പുറത്ത് വരുമ്പോഴേക്ക് മാറുകണക്കിന് നീളമുള്ള തുണിയും വാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഈ തുണി കൊടുത്തപ്പോൾ പറഞ്ഞു, യജമാനെ ഇത് കൊടുക്കാൻ പറ്റില്ല, ആളിന് പ്രശ്നം ഉണ്ടാക്കും. എടാ, നീ ഇന്ന് മുതൽ നിന്നെ ഞാൻ ആ വിലയ്ക്ക് മേടിച്ച നീ എന്ത് കഴിക്കണം എന്ത് ധരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. ചോദിച്ചോട്ട് ഞാൻ പറയാം. പിറ്റേന്നും സ്നാനപ്പെടുത്തിയില്ല. തിരുവല്ലയിലെ മിഷൻ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ഒറ്റ വർഷം പഠിപ്പിച്ചു. ബൈബിള് വായിക്കാൻ, പാഠപുസ്തകം വായിക്കാൻ, പാടാൻ ഒക്കെ പഠിപ്പിച്ചിട്ട് ലണ്ടനിലെ മിഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന 75 ചോദ്യങ്ങളുണ്ട്. ദൈവം ആര്, മനുഷ്യനാര്, നിത്യത എന്ത്, 1000 ആണ്ട് വായിച്ച എന്ത്, ഇത് തെയ്യത്താനും കുടുംബവും ചേർന്ന 8 പേരും പഠിച്ചു. അവർക്ക് പിന്നെ ആ സ്നാനം കൊടുക്കുന്നത്. നാട്ടുകാരെന്താ മനസ്സിലാക്കി, ഒരുത്തൻ ഇന്ന് രാത്രി വന്നാൽ നാളെ രാവിലെ മുക്കി പൊക്കൂല. ഇതിന് ചട്ടവും നടപടിക്രമവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന് കൈപൊക്കിയ ഒരാളെ IPCയിലെ പാഷൊന്ന് മുക്കി നോക്കിയ പണി കിട്ടും. വിശ്വാസി സമ്മതിക്കുകയല്ലോ. ഞങ്ങൾക്ക് അടുക്കും ചിട്ടയൊന്നുമില്ലെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഓടിച്ചാടിന്ന് മുക്കി നോക്കി നടക്കില്ല. കാരണം ഇരട്ടി നരകയോഗ്യരാകി അവൻ പോകരുതെന്ന നിബന്ധന കൊണ്ട് ഞങ്ങൾക്ക് ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. അവൻ പഠിക്കേണ്ട കാര്യമുണ്ട്. അവനെ മനുഷ്യനാക്കി എടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവൻ പുകവലിക്കരുത്, മദ്യപാനം നടത്തരുത്, ദുശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇങ്ങനെ ഒട്ടേറെ പ്രതിബന്ധങ്ങളെ ധരണം ചെയ്താണ് അവൻ്റെ മനുഷ്യത്വത്തിലേക്ക് അവൻ വളരേണ്ടത്. അവനെ മനുഷ്യനാക്കുക ആദ്യത്തെ പ്രക്രിയ. അതാ നമ്മുടെ ജോലി. അവനെ ക്രിസ്ത്യാനിയാക്കേണ്ടത് നമ്മളല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവനെ മനുഷ്യനാക്കുക. ഹല്ലേലൂയ. ഇനിയുണ്ട് ഒരു കഥ കൂടി. ഭഗവാനെ, ഏറ്റവും അധികം വില അടിമയ്ക്ക് കിട്ടുന്ന സ്ഥലം മല്ലപ്പള്ളി ചന്തയായിരുന്നു. 21 രൂപ. അങ്ങകലെ നാഗമ്പടത്തുണ്ട്, ചങ്ങനാശ്ശേരി ചന്തയിലുണ്ട്. അവിടെ നിന്നൊക്കെ ഇവിടുന്ന് ആലപ്പുഴ വഴി വണ്ടിയിൽ കയറ്റി അങ്ങകലെ കണ്ണൂർ കൊണ്ട് വിൽക്കാൻ പോയപ്പോൾ തോമസ് ബാബർ എന്നറിയപ്പെടുന്ന ഒരു സായിപ്പ് വഴി തടഞ്ഞ് ആളുകളെ രക്ഷപ്പെടുത്തി വിട്ട കഥകളൊക്കെ ഉണ്ട്. അതെല്ലാം വിൽപോണ്ട പുസ്തകത്തിലുണ്ട്, വായിക്കണം. കഥകളുടെ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. വെറുതെ എഴുതാൻ പറ്റില്ല. അതിന് കേരള സാഹിത്യ അക്കാദമി ഗവൺമെൻറ്റാണ് കൊടുത്തേ. ഈ പുസ്തകത്തിലൊക്കെയുള്ള ന്യായങ്ങളെയും വാദങ്ങളെയും കണ്ണിച്ചിട്ട് വേണം നിങ്ങൾ വാക്കുകൾ മുമ്പോട്ട് പറയാൻ. ഒരു സംഭവം കേട്ടാൽ
ഭയങ്കര വേദന വരും. ഒരു സ്ത്രീ 1.5-2 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതിൻ്റെ മൂത്തത് 6-7 വയസ്സുള്ളൊരു പയ്യൻ. ഒരു ദിവസം അറിയുന്നു ഈ സ്ത്രീയെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. യജമാനൻ വിൽക്കുക. ഈ കുഞ്ഞിൻ്റെ പ്രായം ഓർക്കണം. ഭർത്താവ് ജോലിക്ക് പോകണം, അയാൾ അടിമയാണ്. ഭർത്താവിനെ വിൽക്കുന്നില്ല, ഭാര്യയെ വിൽക്കുക. അന്ന് അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി, മൂത്ത ആളിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി, ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് മൂത്ത ആളിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുക, കുഞ്ഞുവാവെ നോക്കണം, കുഞ്ഞുവാവെ നോക്കണം. അമ്മ പോവാ. എവിടേക്കാ? 7 വയസ്സുണ്ട്, അവന് വകതിരിവുണ്ട്. അവന് പാല് കുട്ടി, ഇളയ കുഞ്ഞിന് പാല് സമൃദ്ധിയായിട്ട് കുടിച്ചിട്ടും അമ്മയ്ക്ക് മതി വരുന്നില്ല. വീണ്ടും പാല് കൊടുക്കുക. ഒടുക്കം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുക പുറകെ. ചങ്ങനാശ്ശേരി ചന്തയിൽ വിൽപ്പനയ്ക്ക് കൊണ്ട് വെക്കുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുക 2 കുഞ്ഞുങ്ങൾ. കെട്ടിയവനും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക, എന്ത് സംഭവിക്കും നോക്കി നിൽക്കുക. പോകും വഴിക്ക് അമ്മയുടെ വേദന എന്താണെന്നറിയണ്ടേ? ഈ പയ്യനെ വിൽക്കും മറ്റൊരു സ്ഥലത്തേക്ക്, ഈ പെണ്ണിനെ വിൽക്കും വേറൊരു സ്ഥലത്തേക്ക്. കാലമേറെ കഴിഞ്ഞ് ഇവനൊരു ഭാര്യയെ വേണമെങ്കിൽ അത് തീരുമാനിക്കുന്നത് യജമാനനാ. ഈ സ്വന്തം പെങ്ങൾ തന്നെ കറങ്ങിത്തിരിഞ്ഞ് ഭാര്യയായി വന്നുകൂടായികയില്ല. അതുകൊണ്ട് അവർ വരാതിരിക്കാൻ ഇവർക്ക് പേരും വിലാസങ്ങളും ഒക്കെ രഹസ്യത്തിൽ പറഞ്ഞൊരു കോഡ് ഭാഷ വഴി പകർന്ന് വേർപിരിയ. ഇത് കണ്ട് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറി ചങ്ങനാശ്ശേരി ചന്തയിൽ വരുമ്പോൾ ഇതാ സ്ഥിതി. അദ്ദേഹം ചോദിച്ചു വന്നപ്പോൾ ഈ സ്ത്രീയെ വിൽക്കാൻ പോകുന്ന മനുഷ്യനോട് ഇരട്ടി തുക പറഞ്ഞു. ഇനി തരാൻ പറഞ്ഞു. മേടിച്ചു. ഈ കുടുംബത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എൻ്റെ സ്വന്തമാണ്. മനസ്സിലായില്ലേ? ഓഹോ, ആരും തൊടുകയില്ല. ഇങ്ങനെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തവനൊപ്പം പാവങ്ങൾ നിന്നതേ പാൽപ്പൊടിയുടെ ബലത്തിലല്ല, അനുഭവങ്ങളുടെ ബലത്തിലാ. ഇത്തരം അതിസാധാരണക്കാരുടെ മാർഗമാ യേശുവിൻ്റെ മാർഗം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാനും പ്രസംഗിക്കാനുമുള്ള സുവിശേഷം ഉലകത്തോട് പറയുമ്പോഴേ അതിൻ്റെ പിന്നിൽ വികാരവായ്പിൻ്റെ 100 കഥകളുണ്ട്. അതുകൊണ്ട് ഇല്ലായ്മയിലും വേദനയിലും കഷ്ടതയിലും ഈ വിശുദ്ധ ഗ്രന്ഥം ചുമലിലെത്തിക്കൊണ്ട് ഞങ്ങൾ പറയും, ക്രൂശ് ചുമന്നതാ ഈ പ്രിയപ്പെട്ട രൂപോസിന്റെ അപ്പന്റെ ആ ശിമോന്റെ ഭാഗ്യമെങ്കിൽ ഈ രാത്രി ക്രൂശ് ചുമക്കാൻ നെഞ്ചുറപ്പുള്ള ചിലരെ അകത്തും പുറത്തുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരയുമ്പോൾ നിത്യതയിലെ മഹാപ്രതിഫലം വീതിക്കുന്ന ഒരു നാളിൽ വരുന്നുണ്ട്. ജോൺ ഹോക്സ്വർത്തിന് ഒരു പ്രതിഫലം, ഈ പറയപ്പെട്ട ഹെൻറി ബേക്കറിന് ഒരു പ്രതിഫലം പോലെ ഞാനും നിങ്ങളും ചില കെട്ടുകളെ അടിക്കുന്ന പ്രവൃത്തിയാ യേശുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് തീവ്രമായ അനുഭവത്തിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ മുറ്റം തിരഞ്ഞെടുത്തും പൊതുസ്ഥലം തിരഞ്ഞെടുത്തും ആൽത്തറകൾ തിരഞ്ഞെടുത്തും ബസ് സ്റ്റാൻഡ് തിരഞ്ഞെടുത്തും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ വൃത്തമ മനസ്സിലാക്കിക്കൊള്ളണം. നാം ചില കെട്ടുകളെ പൊട്ടിച്ച് ദേശത്തുള്ള ജനത്തെ അടിമുഖത്തു നിന്ന് പുറത്തുവിടുവിക്കും അത്ഭുത പ്രവൃത്തിയുടെ പേരാ സുവിശേഷം. ആ സുവിശേഷം ഒരു കാര്യം ഉറപ്പു പറയുന്നു, ഏത് ഇരുട്ടിന്റെ നിഗൂഢതയിലും നാളെയും ഇവിടെ വിൽക്കലും വാങ്ങലും ഉണ്ടാകും, വ്യവഹാരങ്ങൾ ശക്തിപ്പെടും. അങ്ങനെയുള്ള പ്രതീക്ഷകളുടെ അനുഭവങ്ങൾ പൂവണിയട്ടെ. അതിനുവേണ്ടി നമുക്ക് സമർപ്പിതരാകാം. ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സഹോദരേ, ഇന്ന് നമ്മളെ ഈ ഇസ്രയേലിൽ ചെന്നാൽ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോവാം. അവിടെ ഇപ്പോഴും ഓരോ ഗോത്രത്തിൻ്റെ അവകാശഭൂമി വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഈ സിംഹത്തിൻ്റെ ചില ചിത്രങ്ങൾ ഒരുതരം ഇരുമ്പ് ഗർഡറിൽ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഭയങ്കര വലിപ്പത്തിൽ. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ വലിപ്പം അതിലും കാണും. അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഇതെന്തിനാ ഈ സിംഹത്തെ വരച്ച് വെച്ചേക്കുന്നത്? ഇത് യഹൂദ ഗോത്രത്തിൻ്റെ അവകാശഭൂമി. ചെന്നായുണ്ടപ്പുറത്ത് ബെന്യാമീൻ്റെ അവകാശഭൂമി, കഴുതയുണ്ടപ്പുറത്ത് ഇസാക്കാർ ഗോത്രത്തിൻ്റെ അവകാശഭൂമി. അതെല്ലാം അവിടെ റെഡിയാക്കിയിട്ടിരിക്കുക. ഈ യാത്രകളൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു കാഴ്ച കാണാം. ഫലസമൃദ്ധി കൊണ്ട് അലങ്കരിക്കപ്പെട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ. എന്താ പഴങ്ങളുടെയൊക്കെ ക്വാളിറ്റി, നിറം തന്നെ എന്താ! ആ കാഴ്ച കണ്ട് പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുന്നൊരു നെയിം ബോർഡ് കാണാം, അനാദോത്ത്.
എന്താണെന്നറിയണ്ടേ? ഹനമയിലിൻ്റെ പക്കൽ നിന്ന് പണ്ടേ ഇരമ്യാവ് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയാ ഫലസമൃദ്ധിയിൽ അവിടെ കിടക്കുന്നത്. എന്താ മനസ്സിലായി? ആയിരത്താണ്ട് മുമ്പ് വാഗ്ദത്തം പറഞ്ഞവൻ ദൈവമെങ്കിൽ കാലമെത്ര കഴിഞ്ഞാലും അത് പുഷ്പിച്ച് പുഷ്കലമായി നിൽക്കുന്ന കാഴ്ച, അത് വാഗ്ദത്തം തന്നവൻ്റെ സവിശേഷതയെങ്കിൽ ഇന്നിവിടം വിട്ട് പിരിയുമ്പോൾ ദൂത് പ്രാപിച്ചവർ, ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ചവർ, ആലോചന കെട്ടവർ ഒന്ന് ഉറപ്പിച്ചേ പോകാവൂ. കാലമെത്ര കഴിഞ്ഞാലും എൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടി തുടിക്കും. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. അതിനുവേണ്ടി കാത്തിരുന്നു കൊള്ളണം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം ഒരു ദേശത്തിന് വിടുതൽ, ഒരു സമൂഹത്തിന് വിടുതൽ, ഇതിലെ വാഗ്ദത്തങ്ങൾ അതിനെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇനിയുള്ള കാലം നമുക്കധികം കളയാനില്ല. പ്രസംഗകരുണ്ടാകണം യേശുവിൻ്റെ നാമത്തിൽ. ലജ്ജ കൂടാതെ യേശുവിനെ സാക്ഷിക്കുന്നവർ നിൽക്കണം, പ്രാർത്ഥിക്കുന്നവർ നിൽക്കണം. പ്രാർത്ഥനാ മുറികളെ മുഴുവൻ ആത്മനിറവിൻ്റെ ചൈതന്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ നിൽക്കണം. ഞങ്ങൾ ഇന്ന് രാത്രി അത്തരം ചില ആളുകളെ കാണാനാ ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നത്. അകത്തും പുറത്തും യേശു ചൈതന്യം വ്യാപരിക്കട്ടെ എല്ലാ കുടുംബങ്ങളിലും. ആ കുടുംബത്തിൽ വെളിച്ചം വസിക്കട്ടെ, ക്രിസ്തു ചൈതന്യം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ യേശുവിനെ, ആ യേശു സാന്നിധ്യത്തെ എനിക്ക് ആവശ്യമുണ്ടെന്ന തിരിച്ചറിവിൽ ആർക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ പുറത്തുള്ള ആരെങ്കിലും ഒരാൾ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഒന്നുറപ്പ്, തകർന്നടിഞ്ഞ ജീവിതത്തിൻ്റെ ശൂന്യതകളിൽ നിന്ന്, ഏത് തകർച്ചയുടെ നടുവിൽ നിന്നും, പ്രിയപ്പെട്ടവർ മദ്യത്തിൻ്റെ, മയക്കുമരുന്നുകളുടെ, ജീവിത നിരാശകളുടെ, കോടതി വ്യവഹാരങ്ങളുടെ, പോലീസ് കേസുകളുടെ, പരാജയബോധങ്ങളുടെ ആഴത്തിലാകാം. പക്ഷെ വചനം പറയുന്നു, വീണ്ടും ഇവിടം തളിർക്കും, വീണ്ടും ഇവിടെ പുഷ്പിക്കും. ഇതുവരെ കാണാത്ത അനുഭവത്തിലൂടെ ദൈവം നിങ്ങളെ നയിക്കും. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശം ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഈ രാത്രി കേട്ട വചനം വെളിച്ചമായി തീരട്ടെ. ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കൊരുങ്ങി ഞങ്ങൾക്കൊപ്പം. ഹല്ലേലൂയ. ഒപ്പം ഇവിടെ വന്നവരിൽ കർത്താവിന് വേണ്ടി പ്രസംഗിക്കാൻ, പാടാൻ, നിൽക്കാൻ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങൾ വലിയ ശുശ്രൂഷ ചെയ്യുക. പക്ഷെ ഒന്നുറപ്പിച്ച്, എൻ്റെ വാക്കുകൾക്ക് കുറെ കൂടെ മൂർച്ച വേണം, എൻ്റെ ശുശ്രൂഷകൾക്ക് കുറെ കൂടെ തേജസ് വേണം, എൻ്റെ ചിന്തകൾക്ക് കുറെ കൂടി ആഴം വേണം. തീ പിടിക്കുന്ന അനുഭവങ്ങളിൽ ഇനിയുള്ള കാലം കർത്താവിനെ സേവിക്കാൻ എനിക്ക് കഴിയണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേർ പുതുതായി കർത്താവിൻ്റെ മഹത്തരമായ വേലയിൽ എനിക്കൊന്ന് ജ്വലിക്കണം, ഈ അനുഭവത്തിൽ ആരുണ്ട്? അവർക്കും കരമുയർത്താം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏതെങ്കിലും ഒരു അനുഭവത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ട്? അവർക്ക് കരമുയർത്താം. ഈ രാത്രി ഉയർത്തപ്പെട്ട കരങ്ങളെ കർത്താവ് മാനിക്കട്ടെ. ജീവിത വ്യതകളിൽ, ഭാരങ്ങളിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ ഈ ദൂത് സ്പർശിച്ചവരുണ്ടെങ്കിൽ കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. കരങ്ങളെ താഴ്ത്തിയിട്ട്, പരിശുദ്ധനെ, കേട്ട വചനത്തിനായി സ്തോത്രം. അവകാശ ഭൂമികളെ ഞങ്ങളുടെ പക്കൽ നിന്ന് തെറിപ്പിച്ച് കളഞ്ഞ് ന്യായമായി കിട്ടേണ്ട ഓഹരിയും പങ്കുമൊക്കെ തകർത്ത് ശൂന്യതയുടെ മണ്ഡലത്തിലേക്ക് തള്ളിവിടാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ ഒരു തിരിച്ചുവരവുണ്ട്, ഒരു മടങ്ങി വരവുണ്ട്. ആ ആലോചനകളിലൂടെ ഞങ്ങൾ നിന്നിലേക്ക് സ്പർശിക്കുന്നു. ഈ രാത്രി കേട്ട വചനം ജനത്തിന് വിടുതലാകണം, ദൈവമക്കൾക്ക് വിടുതലാകണം. ഈ കേട്ട വചനം രോഗശാന്തിയാകണം. നാളുകളായി ശ്വാസ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, രക്തസംക്രമണത്തിൻ്റെ കൃത്യതയില്ലാതെ ഭാരപ്പെടുന്നവർ, ബ്ലോക്കുകൾ രൂപപ്പെട്ടവർ, ജീവിതത്തിൽ പതിവ് വിധത്തിൽ വേദനിക്കുന്നവർ, കീമോ ഡോക്ടർ നിർദ്ദേശിച്ചവർ, ഏത് രോഗത്തെ സൗഖ്യമാക്കുന്ന നസ്രായന്റെ കരം ഈ രാത്രി സ്പർശിക്കട്ടെ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കട്ടെ. മനോനില തെറ്റിയവർ, മാനസികമായി തകർന്നവർ, ആത്മഹത്യയുടെ മുനമ്പത്ത് നിൽക്കുന്നവർ, അകത്തും പുറത്തും ആരുണ്ട്? കർത്താവ് തൊടണമേ, കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ ദിവസം മറക്കാനാവാത്ത വിധത്തിൽ അവരെ അനുഗ്രഹിച്ച് ആനയിക്കണം. ഇതിനുവേണ്ടി അവസരമൊരുക്കിയ ഭവനത്തിനായി സ്തോത്രം. ഇവിടെയുള്ള എളിയ ദൈവസഭയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തവരെ, പ്രാർത്ഥിച്ചവരെ, ചിലവിട്ടവരെ ഒക്കെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ.